8-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുള്ള ചില വാക്കുകൾക്ക് അർജുൻ വിശദീകരണം ചോദിക്കുകയുണ്ടായി. 6 വാക്കുകൾക്ക് അർജുനൻ വിശദീകരണം ചോദിച്ചു. ഇങ്ങനെയാണ് ഈ അധ്യായം തുടങ്ങുന്നത്. കിം തദ് ബ്രഹ്മം കിം അധ്യാത്മം കിം കർമ്മ പുരുഷോത്തമ അധിഭൂതം അധിയജ്ഞം അധിദൈവം. ഇങ്ങനെയുള്ള 6 വാക്കുകൾക്ക് അർജുനൻ വിശദീകരണം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പ്രയാണകാല അവസാന സമയത്ത് ഒരു വ്യക്തി ശരീരം വെടിയുന്ന സമയത്ത് എങ്ങനെയാണ് ഭഗവാനെ കുറിച്ച് ചിന്തിക്കേണ്ടത്, എങ്ങനെയാണ് ഭഗവാനെ കുറിച്ചുള്ള ഓർമ്മ വരുന്നത് എന്നുള്ള കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭഗവാൻ ഈ 6 വാക്കുകൾക്കും വിശദീകരണം കൊടുത്തു. അക്ഷരം ബ്രഹ്മ പരമം സ്വഭാവോ അധ്യാത്മം ഉച്യതേ ഭൂതഭാവോദ്ഭവകരോ വിസർഗ കർമ്മ സംഹിത. ബ്രഹ്മം എന്ന് പറയുന്നത് ജീവാത്മാവ് തന്നെയാണ്. അതിന്റെ സ്വഭാവമാണ് അധ്യാത്മം. കർമ്മം എന്ന് പറയുന്നത് ഒരു ജീവൻ അതിന്റെ ശരീരം നിലനിർത്താൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്. അധിഭൂതം ക്ഷരോഭാവം. അധിഭൂതം എന്ന് പറയുന്നത് ഈ ഭൗതിക പ്രകൃതിയാണ്, നശിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുള്ള ഭൗതിക പ്രകൃതിയാണ് അധിഭൂതം. അധിദൈവം എന്ന് പറയുന്നത് ഭഗവാന്റെ വിരാട് രൂപമാണ്. അധിയജ്ഞം, എല്ലാവരുടെയും ഹൃദയത്തിൽ ഇരിക്കുന്ന ഭഗവാൻ തന്നെയാണ് അധിയജ്ഞം. അധിയജ്ഞോഹമേവാത്ര ദേഹഭൃതാൻ വരാം. എല്ലാവരുടെയും ശരീരത്തിൽ ഇരിക്കുന്ന ഭഗവാൻ തന്നെയാണ് അധിയജ്ഞൻ എന്നുള്ള കാര്യം ഭഗവാൻ പറഞ്ഞു കൊടുത്തു. അതിനുശേഷം ഭഗവാൻ അർജുനന്റെ അവസാന ചോദ്യം, എങ്ങനെയാണ് ഒരു വ്യക്തി ശരീരം വെടിയുന്ന സമയത്ത് ഭഗവാനെ ഓർക്കുന്നത്, അതിനെങ്ങനെയാണ് സാധിക്കുന്നത് എന്നുള്ള കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഭഗവാൻ മറുപടി പറഞ്ഞു കൊടുത്തു. ഒരു വ്യക്തി ജീവിതകാലം മുഴുവൻ ഭഗവാനെ സ്മരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് അവസാന സമയത്തും ഭഗവാനെ സ്മരിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞു. മാത്രമല്ല, ഒരു വ്യക്തി ശരീരം വെടിയുന്ന സമയത്ത് എന്തിനാണോ സ്മരിക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് അടുത്ത ശരീരം കിട്ടുന്നത് എന്നുള്ള കാര്യം ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യം യം വാപി സ്മരൻ ഭാവം ത്യജത്യന്തേ കളൈവരം തം തമേവേദി കൗന്ദേയ സദാ മദ്ഭാവഭാവിത. ഒരു വ്യക്തി എന്തിനെ കുറിച്ചാണോ സ്മരിക്കുന്നത് അത് തന്നെയാണ്, അതിനനുസരിച്ചിട്ടാണ് അടുത്ത ശരീരം ലഭിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഭഗവാൻ നിർദ്ദേശിച്ചു സദാ തദ്ഭാവഭാവിത. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം, എല്ലാ സമയത്തും എന്നെ സ്മരിക്കണം, ഭഗവാനെ സ്മരിക്കണം എന്നുള്ള കാര്യം ഭഗവാൻ പറഞ്ഞു കൊടുത്തു. അങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ അവസാന സമയത്ത് ഭഗവാനെ സ്മരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യവും പറഞ്ഞു കൊടുത്തു. അഭ്യാസയോഗയുക്തേന ചേതസാനാന്യഗാമിന. അഭ്യാസം ആവശ്യമാണ്. പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ഭഗവാനെ കുറിച്ച് സ്മരിക്കാൻ സാധിക്കുകയില്ല. ഭഗവാനെ സ്മരിക്കാൻ പെട്ടെന്ന് നമ്മൾക്ക് സാധിക്കുകയില്ല. അതിന് ട്രെയിനിങ് ആവശ്യമാണ്, അല്ലെങ്കിൽ അഭ്യാസം ആവശ്യമാണ് എന്നും ഭഗവാൻ പറഞ്ഞു കൊടുത്തു. അഭ്യാസയോഗയുക്തേന ചേതസാനാന്യഗാമിന. വ്യത്യസ്തമായിട്ടുള്ള നിലവാരത്തിലുള്ള ആളുകൾ വ്യത്യസ്ത അഭ്യാസങ്ങൾ ചെയ്യാറുണ്ട് എന്നുള്ള കാര്യം ഭഗവാൻ പറഞ്ഞു കൊടുത്തു. ചില ആളുകൾ ഭഗവാനിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ബ്രഹ്മചര്യം പാലിക്കും. ചില ആളുകൾ വേദപഠനം നടത്തും. ചില ആളുകൾ പ്രാണായാമം ചെയ്യും. ചില ആളുകൾ ധ്യാനയോഗം നടത്തും. ചില ആളുകൾ ഷഡ്ചക്രയോഗം ചെയ്യും. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള യോഗചര്യയിലൂടെ ഭഗവാനോട് അടുക്കാൻ ശ്രമിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ആളുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം ഭഗവാൻ പറഞ്ഞു, ഭഗവാന്റെ ഭക്തന്മാർക്ക് ഭഗവാനെ വളരെ എളുപ്പത്തിൽ പ്രാപിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞു. അനന്യചേത സതതം യോമാൻ സ്മരതി നിത്യശ തസ്യാഹം സുലഭ പാർത്ഥ. ഭഗവാനെ എപ്പോഴും സ്മരിക്കുന്നവർക്ക് അവർ മറ്റു യോഗങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും, അവർ വലിയ തപസ്യകളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും അവർക്ക് വളരെ എളുപ്പത്തിൽ ഭഗവാനെ ലഭിക്കും, അല്ലെങ്കിൽ ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കും എന്നുള്ള കാര്യവും ഭഗവാൻ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഭഗവാനെ പ്രാപിച്ചു കഴിഞ്ഞാൽ എന്താണ് നേട്ടം എന്നുള്ള കാര്യവും ഭഗവാൻ പറഞ്ഞു കൊടുത്തു. യദ്ഗത്വാന നിവർത്തന്തേ തദ്ധാമ പരമം മമ.
ഭഗവാനെ പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് പുനർജന്മമില്ല. മാമുപേത്യ പുനർജന്മ ദുഃഖാലയം അശാശ്വതം നാപ്നുവന്തി മഹാത്മാന സംസിദ്ധിം പരമാം കഥ. ഭഗവാനെ പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ദുഃഖാലയത്തിലേക്ക് തിരിച്ചു വരേണ്ട ആവശ്യമില്ല. ഭഗവാന്റെ അടുത്ത് എത്തിയാൽ മാത്രമേ നമുക്ക് തിരിച്ചു വരേണ്ടാത്തതായിട്ട് ഉള്ളൂ എന്നുള്ള കാര്യവും പറഞ്ഞു. അല്ല, മറ്റു ലോകങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തായാലും തിരിച്ചു വരണം എന്നുള്ള കാര്യവും ഭഗവാൻ പറഞ്ഞു. ഈ ഭൗതിക ലോകത്തില് ഏറ്റവും ഉയർന്ന ലോകം ആയിട്ടുള്ള ബ്രഹ്മലോകത്തിലെത്തിയാൽ പോലും ഒരു വ്യക്തിക്ക് തിരിച്ചു വരേണ്ടി വരും. ആ ബ്രഹ്മ ഭുവനാലോക പുനരാവർത്തിനോർജുന മാമുപേത്യ പുനർജന്മ ദുഃഖാലയം അശാശ്വതം എന്നും ഭഗവാൻ പറഞ്ഞു. ഭഗവാനെ പ്രാപിച്ചു കഴിഞ്ഞാൽ പുനർജന്മം ഉണ്ടാകില്ല. ഈ ഭൗതിക ലോകത്തിന്റെയും ആധ്യാത്മിക ലോകത്തിന്റെയും വ്യത്യാസങ്ങൾ ഭഗവാൻ പറഞ്ഞു കൊടുത്തു. ഭൗതിക ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും പുനർജനിക്കേണ്ട അവസ്ഥയാണ്. ഭൂത പ്രളയത, വീണ്ടും വീണ്ടും ജനിക്കണം, വീണ്ടും വീണ്ടും മരിക്കണം. ഭഗവാന്റെ അടുത്തെത്തി കഴിഞ്ഞാൽ തിരിച്ചു വരേണ്ട ആവശ്യമില്ല. യത് ഗത്വ ന നിവർത്തന്തേ തദ്ധാമ പരമം മമ എന്നും, യം പ്രാപ്യ ന നിവർത്തന്തേ തദ്ധാമ പരമം മമ എന്നും ഭഗവാൻ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഭഗവാനെ പ്രാപിക്കണമെങ്കിൽ ഏത് രീതിയിലാണ് ഭഗവാനെ സ്മരിക്കേണ്ടത്, എന്തായിട്ടാണ് ഭഗവാനെ സ്മരിക്കേണ്ടത് എന്നുള്ള കാര്യം ഈ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കവിം പുരാണം അനുശാസിതാരം അണോരണീയാം അനുസ്മരേദ്യ സർവസ്യ ധാതാരം അചിന്യ രൂപം ആദിത്യവർണം തമസപരസ്ഥ. കവിയും ഭഗവാനെ സർവജ്ഞനായിട്ടും ഭഗവാനെ പുരാണനായിട്ടും ആദിമ വ്യക്തിയായിട്ടും, ഗോവിന്ദം ആദിപുരുഷം ആദിമ വ്യക്തിയായിട്ടും, അനുശാസിതാരം എല്ലാവരെയും നിയന്ത്രിക്കുന്ന വ്യക്തിയായിട്ടും, എല്ലാ ജീവജാലങ്ങളെയും എല്ലാ ഭൗതിക പ്രപഞ്ചത്തിനെയും ദേവന്മാരെയും നിയന്ത്രിക്കുന്ന വ്യക്തിയായിട്ടും, അനുശാസിതാരം അണോരണീയം ഏറ്റവും വളരെ ചെറുതാവാൻ കഴിയുന്ന വ്യക്തിയായിട്ടും, സർവസ്യ ധാതാരം എല്ലാ പ്രപഞ്ചങ്ങളെയും നിലനിർത്തുന്ന വ്യക്തിയായിട്ടും, അചിന്ത്യരൂപം ദിവ്യരൂപത്തോടു കൂടിയിട്ടുള്ള വ്യക്തിയായിട്ടും, ആത്മീയ സ്വരൂപത്തോടു കൂടിയിട്ടുള്ള വ്യക്തിയായിട്ടും, ആദിത്യവർണം ബ്രഹ്മജ്യോതിസിന്റെ ഉറവിടമായിട്ടും ഭഗവാനെ സ്മരിക്കണം എന്നുള്ള കാര്യമാണ് ഭഗവാൻ പറഞ്ഞു കൊടുത്തത്. ആദിത്യവർണം തമസപരസ്ഥാത്, ഈ ഭൗതിക ലോകത്തിന് ഉപരിയുള്ള വ്യക്തിയായിട്ടും ആത്മീയ ലോകത്തിൽ എപ്പോഴും താമസിക്കുന്ന ആത്മീയ ലോകത്തിന്റെ ഭാഗമായിട്ടുള്ള ഭഗവാനെയാണ് സ്മരിക്കേണ്ടത് എന്നുള്ള കാര്യമൊക്കെ ഭഗവാൻ പറഞ്ഞു കൊടുത്തു ഈ അധ്യായത്തിൽ. അതിനുശേഷം ഭഗവാൻ പറഞ്ഞു, ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്നുള്ള ഭാവത്തിൽ ഭഗവാനെ ലഭിക്കണമെങ്കിൽ ഭഗവാന്റെ വ്യത്യസ്ത ആവിഷ്കാരങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് വ്യത്യസ്ത മാർഗങ്ങളുണ്ട്. ഈശ്വരനെ ബ്രഹ്മം എന്നറിയണമെങ്കിൽ ജ്ഞാനമാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവർക്കാണ് ബ്രഹ്മമായിട്ട് മനസ്സിലാവുന്നത്. ധ്യാനയോഗത്തിലൂടെ സഞ്ചരിക്കുന്നവർക്ക് ഈശ്വരനെ പരമാത്മാവായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഭക്തിമാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവർക്ക് മാത്രമേ ഭഗവാൻ ഒരു വ്യക്തിയായിട്ടും ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്നുള്ള പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ സാക്ഷാത്കരിക്കണമെങ്കിൽ ഭക്തിമാർഗം മാത്രമേ ഉള്ളൂ എന്ന് ഭഗവാൻ ഉറപ്പിച്ചു പറയുന്നുണ്ട് 22ാമത്തെ ശ്ലോകത്തില്. പുരുഷാസ പരംപാർത്ഥ ഭക്ത്യാ ലഭ്യസ്ത്വനന്യ യസ്യാന്തസ്ഥാനി ഭൂതാനി യേന സർവമിതം തദം. ഭക്തിയിലൂടെ മാത്രമേ, ഭക്ത്യാത്വനന്യ അനന്യമായിട്ടുള്ള ഭക്തിയിലൂടെ, മറ്റ് യോഗങ്ങളുടെ കലർപ്പൊന്നുമില്ലാതെ ഭക്തി കൊണ്ട് മാത്രം എനിക്ക് പുരോഗമിക്കാൻ സാധിക്കും എന്നുള്ള ചിന്തയോടുകൂടി അനന്യമായിട്ടുള്ള ഭക്തിയോടെ ഭഗവാനെ ആരാധിക്കുന്നവർക്ക് മാത്രമേ ഭഗവാൻ ശ്രീകൃഷ്ണനെ ലഭിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഭഗവാനുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം ഭഗവാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു 22ാമത്തെ ശ്ലോകത്തിൽ. അങ്ങനെ ഭഗവാനെ പരമപുരുഷനായിട്ടുള്ള വ്യക്തിയായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് ഭഗവാന്റെ മറ്റ് ആവിഷ്കാരങ്ങളും വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. യസ്യാന്ത സ്ഥാനി ഭൂതാനി ഏന സർവമിതം തദം. എല്ലാവരുടെയും എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തിലിരിക്കുന്ന ഭഗവാനായിട്ടും അല്ലെങ്കിൽ പരമാത്മാവായിട്ടും ഏന സർവമിതം തദം, ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ശക്തിയായിട്ടും അല്ലെങ്കിൽ പ്രപഞ്ചത്തിനെ മുഴുവൻ നിലനിർത്തുന്ന ഈശ്വരനായിട്ടും നമ്മൾക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കും. കൃഷ്ണനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ
എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം ജീവിതകാലം മുഴുവൻ ഭഗവാനെ സ്മരിക്കുന്നതിന്റെ പ്രാധാന്യമാണ് പ്രധാനമായിട്ടും ഈ അധ്യായത്തിൽ പറയുന്നത്. അങ്ങനെ സ്മരിച്ചു കഴിഞ്ഞാൽ അവസാന സമയത്തും ഭഗവാനെ സ്മരിക്കാൻ സാധിക്കും. അന്ധകാലേച്ച മാമേവ സ്മരൻ മുക്തകളെ വരം യപ്രയാതി സമദ്ഭാവം യാതി നാസ്ത്യത്ര സംശയം. അങ്ങനെ ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ സാധിക്കും. തിരിച്ചു പോയി കഴിഞ്ഞാൽ വീണ്ടും ഈ ഭൗതിക ലോകത്തിലേക്ക് തിരിച്ചു വരേണ്ട ആവശ്യമില്ല. യം പ്രാപ്യ ന നിവർത്തന്തെ എന്നുള്ള കാര്യം ഭഗവാൻ പറഞ്ഞതാണ്. ഇനി ഭഗവാൻ പറയാൻ പോകുന്നത്, ഈ പ്രാക്ടീസ് ഒന്നും ചെയ്യാതെ ഒരു സാധാരണ വ്യക്തി മരിക്കുകയാണെങ്കിൽ അത് അദ്ദേഹത്തിന്റെ കർമ്മഫലമായിട്ടായിരിക്കും. അവർക്ക് പുരോഗതിയുടെ സാധ്യത എത്രത്തോളമാണ്, അവരെങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള കാര്യമാണ് ഭഗവാൻ ഇനിയുള്ള 2 ശ്ലോകങ്ങളിൽ പറയുന്നത്. എത്ര കാലേ തുനാവൃത്തിം ആവൃത്തിം ചൈവ യോഗിന പ്രയാത യാന്തി തം കാലം വക്ഷ്യാമി ഭരതശ്രമ. ഏത് സമയത്ത് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരണം, ഏത് സമയത്ത് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരണ്ട എന്നുള്ള കാര്യങ്ങൾ ഇനിയുള്ള 2 ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട്. നമുക്ക് ആദ്യം 23-ാമത്തെ ശ്ലോകം വായിക്കാം. 23 മുതൽ 23, 24, 25 ശ്ലോകങ്ങൾ ഒരുമിച്ച് വായിക്കാം. അതിന്റെ ശ്ലോകം വിവർത്തനം വായിച്ചതിന് ശേഷം, എല്ലാം ചെറിയ ചെറിയ ഭാവാർത്ഥമാണ്, അതിന്റെ ശ്ലോകം വിവർത്തനം വായിച്ചതിന് ശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. 23 മുതൽ 25 വരെ വായിച്ചു. 23 മുതൽ 25 വരെ വായിച്ചോളൂ മാഡം. ഹരേ കൃഷ്ണ പ്രഭു. 23 എന്താണ് മാതാജി? 23 എടുത്തു, ശ്ലോകം എടുത്തതാണോ? ഓക്കെ, യെസ്. അപ്പം 24ഉം 25ഉം വായിച്ചാൽ മതി. ഹരേ കൃഷ്ണ. ഓം വായിക്കട്ടെ പ്രഭുജി? വായിച്ചോളൂ മാതാജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഗ്നിർജ്യോതിരഃ ശുക്ലാ ഷണ്മാസ ഉത്തരായണം തത്ര പ്രയാതാ ഗച്ഛന്തി ബ്രഹ്മവിദോ ജനാഃ. വിവർത്തനം ഭാവാർത്ഥം. ഭക്തി വേദാന്ത ശ്രീല പ്രഭുപാദ് കി ജയ്. അഗ്നിയുടെയോ ജ്യോതിസിന്റെയോ സാന്നിധ്യത്തിലോ പകലുള്ള ശുഭമുഹൂർത്തത്തിലോ ശുക്ലപക്ഷത്തിലോ ഉത്തരായണ കാലത്തോ ഇഹലോകം വിടുന്ന ബ്രഹ്മജ്ഞാനി ഭഗവാനെ പ്രാപിക്കും. ഭാവാർത്ഥം. അഗ്നി, ജ്യോതിസ്, പകൽ, ശുക്ലപക്ഷം എന്നൊക്കെ പറയുമ്പോൾ അവയിലെല്ലാം ജീവാത്മാവിന് യാത്രാവിധാനങ്ങൾ ഒരുക്കുന്ന വിവിധ ദേവതമാരുണ്ടെന്ന് ഓർക്കണം. മരണസമയത്ത് മനസ്സ് ആത്മാവിനെ ഒരു പുതിയ ജീവിതത്തിലേക്ക് വഴികാട്ടുകയാണ്. യാദൃച്ഛികമായിട്ടോ മുൻകൂട്ടി നിശ്ചയിച്ചതനുസരിച്ചോ മുമ്പ് പറയപ്പെട്ട പശ്ചാത്തലങ്ങളിൽ മരണം സംഭവിച്ചാൽ ജീവാത്മാവിന് നിർഗുണ ബ്രഹ്മ ജ്യോതിസിൽ എത്തിച്ചേരാം. യോഗചര്യയിൽ ഏറെ പുരോഗമിച്ച യോഗികൾക്ക് എവിടെ വെച്ച് ഏത് സമയത്ത് ദേഹത്യാഗം ചെയ്യണമെന്ന് തീരുമാനിക്കാൻ കഴിവുണ്ട്. മറ്റുള്ളവർക്കത് സാധ്യമല്ല. അവരുടെ മരണം യാദൃച്ഛികമായി ഒരു ശുഭമുഹൂർത്തത്തിൽ സംഭവിക്കുകയാണെങ്കിൽ പിന്നീട് ജനിക്കേണ്ടി വരില്ല താനും. അങ്ങനെയല്ലാത്ത പക്ഷം അവർ തിരിച്ചു വരാനുള്ള സകല സാധ്യതകളുമുണ്ട്. ഏതായാലും കൃഷ്ണാവബോധം ഉദിച്ച ഒരാൾക്ക് മരണം ശുഭമുഹൂർത്തത്തിലാകട്ടെ അശുഭാവസരത്തിലാകട്ടെ യാദൃച്ഛികമാകട്ടെ മുൻകൂട്ടി നിശ്ചയിച്ചുറച്ചതാകട്ടെ പുനർജന്മത്തെപ്പറ്റി ഭയപ്പെടാനില്ല. ശ്ലോകം 25. ധൂമോ രാത്രിസ്തഥാ കൃഷ്ണ ഷണ്മാസാ ദക്ഷിണായനം തത്ര ചാന്ദ്രമസം ജ്യോതിർയോഗി പ്രാപ്യ നിവർത്തതേ. ധൂമ സാന്നിധ്യം, രാത്രി, കൃഷ്ണപക്ഷം, ദക്ഷിണായനം എന്നീ സമയങ്ങളിൽ മരിക്കുന്ന യോഗി ചന്ദ്രലോകം പോകുന്നു. അയാൾ വീണ്ടും ഭൂമിയിൽ ജനിക്കും. ഭാവാർത്ഥം. ഭാഗവതം 3-ാം അധ്യായത്തിൽ കപിലമുനി പറയുന്നുണ്ട്, ഭൂമിയിൽ വെച്ച് ബലോദിഷ്ട കർമ്മങ്ങളും യജ്ഞക്രിയകളും അനുഷ്ഠിക്കുന്നവർ മരിച്ച് ചന്ദ്രലോകത്തെത്തുന്നുവെന്ന്. ഈ മഹാത്മാക്കൾ ദേവഗണിത പ്രകാരം ഏതാണ്ട് 10,000 വർഷങ്ങൾ ചന്ദ്രനിൽ ജീവിക്കുകയും സോമരസം ആസ്വദിച്ചാനന്ദിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് യഥാകാലം ഭൂമിയിലേക്ക് തിരിച്ചു വരും. ചന്ദ്രനിൽ കൂടുതൽ ഉത്കൃഷ്ടരായ ജീവാത്മാക്കൾ ഉണ്ടെന്ന് ഇതിൽ നിന്ന് അനുമാനിക്കാം. സ്ഥൂലേന്ദ്രിയങ്ങളാൽ അവരെ കാണാൻ കഴിയില്ലെന്നേ ഉള്ളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു.
Hare Krishna. Thank you, Sanjeevani Mataji. Hare Krishna. Hare Krishna, Prabhuji. Yes. Hare Krishna, Prabhu. 23-ാമത്തെ 23 വായിച്ചിട്ടില്ല. വായിച്ചിട്ടില്ല. ഓക്കെ. അപ്പൊ ഞാൻ വായിക്കാം. 23-ാമത്തെ ശ്ലോകം. എത്ര കാലേ ധനാവൃത്തിം ആവൃത്തിം ചൈവ യോഗിന പ്രയാതായാന്തി തം കാലം വക്ഷ്യാമി ഭരതർഷഭ. ഭഗവാൻ പറയുന്നു, ഏത് സമയത്ത് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരണം, ഏത് സമയത്ത് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരണ്ട എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു തരാം എന്ന് ഭഗവാൻ പറയുന്നു. വിവർത്തനത്തിൽ ശ്രീല പ്രഭാതർ പറയുന്നുണ്ട്, ഹേ ഭരതശ്രേഷ്ഠ, ഏതേതു കാലങ്ങളിൽ ദേഹത്യാഗം ചെയ്യുന്ന യോഗിക്ക് പുനർജന്മം വേണ്ടിവരില്ല എന്നും ഏതേതു കാലങ്ങളിലായാൽ വീണ്ടും ജനിക്കണം എന്നുള്ളത് ഇനി നിന്നോട് പറഞ്ഞു തരാം എന്ന് പറയും. ഓക്കെ, ഭാവാർത്ഥം വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ശ്ലോകം 23. ഹേ ഭരതശ്രേഷ്ഠ, ഏതേതു കാലങ്ങളിൽ ദേഹത്യാഗം ചെയ്യുന്ന യോഗിക്ക് പുനർജന്മം വേണ്ടിവരില്ല എന്നും ഏതേതു കാലങ്ങളിലായാൽ വീണ്ടും ജനിക്കണമെന്നുമുള്ളത് ഇനി നിന്നോട് പറഞ്ഞു തരാം. ഭാവാർത്ഥം. ഭഗവാന് സമ്പൂർണ്ണ സമർപ്പണം ചെയ്ത ശുദ്ധ ഭക്തന്മാർ തങ്ങളുടെ മരണം എപ്പോൾ എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ച് ആലോചിക്കാറില്ല. അവരെല്ലാം ഭഗവാനെ ഏൽപ്പിച്ച് സന്തുഷ്ടരായി നിഷ്പ്രയാസം ഭഗവത് സന്നിധിയിലേക്ക് തിരിച്ചു പോകും. ശുദ്ധഭക്തരല്ലാത്ത കർമ്മജ്ഞാന ഹഠയോഗാദി സാക്ഷാത്കാര പദ്ധതികളിൽ ഏർപ്പെടുന്നവർക്കാകട്ടെ ജനിമൃതികളുള്ള ഈ ഭൗതിക ലോകത്തിലേക്ക് തിരിച്ചു വരണമോ വേണ്ടയോ എന്ന് തീരുമാനിച്ചുകൊണ്ട് അതിനുതകുന്ന സമയത്ത് ദേഹത്യാഗം ചെയ്യേണ്ടതുണ്ട്. തികവുറ്റ യോഗിക്ക് ഭൗതിക ദേഹം ഉപേക്ഷിക്കാനുള്ള സമയവും പരിതസ്ഥിതിയും സ്വയം തിരഞ്ഞെടുക്കാൻ കഴിയും. അത്രയും പരിപൂർണത നേടിയിട്ടില്ലാത്ത ഒരാൾക്കുള്ള വിജയം യാദൃശ്ചികമായി അനുയോജ്യമായ അവസരത്തിൽ മരണം സംഭവിക്കുന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. പുനർജന്മമില്ലാത്ത വിധത്തിൽ ദേഹത്യാഗം ചെയ്യുവാൻ അനുയോജ്യമായ സമയത്തെ പറ്റി ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയുന്നു. ബലദേവ വിദ്യാഭൂഷണൻ എന്ന ആചാര്യന്റെ അഭിപ്രായം അനുസരിച്ച് കാലം എന്ന സംസ്കൃത പദം വിവക്ഷിക്കുന്നത് സമയദേവതയെയാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു സഞ്ജീവനി മാതാജി ആൻഡ് അംബിക മാതാജി. ഹരേ കൃഷ്ണ. ഇപ്പൊ ഇവിടെ ഈ അവസാന സമയം എന്ന് പറയുന്നത് ഒരു യാത്രയാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി. പ്രയാണം എന്നാണ് പറയുന്നത്. പ്രയാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാത്ര, അല്ലെ? അപ്പൊ നമ്മളൊരു സാധാരണഗതിയിൽ ഒരു യാത്ര തിരിക്കുന്ന സമയത്ത്, യാത്രയ്ക്ക് വേണ്ടി പുറത്തിറങ്ങുന്ന സമയത്ത് നമ്മൾ നേരത്തെ ചിന്തിക്കും, എന്താണ് ഈ സമയത്ത് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ, ഈ സമയത്ത് പോയാൽ നമ്മൾക്ക് വണ്ടി കിട്ടുമോ, അല്ലെങ്കിൽ ബസ് കിട്ടുമോ, ട്രെയിൻ കിട്ടുമോ എന്നൊക്കെ നമ്മൾ ആലോചിക്കും. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം ആ ബസ്സുള്ള സമയത്താണ് നമ്മൾ പോകുന്നതെങ്കിൽ നമ്മൾക്ക് പെട്ടെന്ന് തന്നെ പോയി ബസ്സിൽ പോയിട്ട് നമ്മുടെ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്താൻ സാധിക്കും. പക്ഷെ വണ്ടിയൊന്നും ഇല്ലാത്ത സമയത്താണ് നമ്മൾ പോകുന്നതെങ്കിൽ കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്ത് നമുക്ക് വീണ്ടും തിരിച്ചു വരേണ്ടി വരും, അല്ലെ? ഇത് ചില വാഹനങ്ങൾ ഒരു ജീവാത്മാവിനെ ഉയർന്ന ലോകങ്ങളിലേക്ക് സഞ്ചരിക്കാൻ സഹായിക്കുന്നതിന് ചില വാഹനങ്ങൾ ഉണ്ടെന്ന് പറയും. ആ വാഹനങ്ങൾ ഈ ചില പ്രത്യേക സമയത്താണ് അവൈലബിൾ ആയിട്ടുള്ളത്. അത് ഏതൊക്കെ സമയത്താണ് എന്നുള്ള കാര്യമാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അതാർക്കാണ്? സ്വന്തമായിട്ട് വണ്ടി ഇല്ലാത്തവർക്കാണ്, അല്ലെ? സ്വന്തമായിട്ട് വണ്ടിയുള്ളവർക്ക് ഈ ബസ് വരുമോ ട്രെയിൻ വരുമോ എന്നൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ഏത് സമയത്തും സ്വന്തം വണ്ടിയിൽ പോകാൻ സാധിക്കും. അവരെ കുറിച്ചും ഭഗവാൻ പറയുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് ശ്ലോകങ്ങളിൽ, ഇനി വരുന്ന രണ്ട് ശ്ലോകങ്ങളിൽ സാധാരണ യോഗ പ്രാക്ടീസ് ഒന്നും ചെയ്യാതെ യാദൃച്ഛികമായിട്ട് ഒരു മരണം സംഭവിക്കുകയാണെങ്കിൽ അവർ തിരിച്ചു വരുമോ തിരിച്ചു വരാതിരിക്കുമോ എന്നുള്ള കാര്യം പറയാമെന്നാണ് ഭഗവാൻ പറയുന്നത്. അതിനുശേഷം ഭഗവാൻ പറയുന്നുണ്ട്, യോഗികൾക്ക് അല്ലെങ്കിൽ ഭഗവാന്റെ ഭക്തന്മാർക്ക് ഈ സമയത്തിനെ കുറിച്ച് ചിന്തിച്ച് വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അവർ വേവലാതിപ്പെടാറില്ല. കാരണം അവർക്ക് എന്തുണ്ട്? അവർക്ക് സ്വന്തമായിട്ട് വണ്ടിയുണ്ട്. അതുകൊണ്ട് അവർക്ക് അതിനെക്കുറിച്ച് ചിന്തയില്ല എന്നുള്ള കാര്യം ഭഗവാൻ പറയുന്നുണ്ട്. ഇപ്പൊ 24-25 ശ്ലോകങ്ങളിൽ ഭഗവാൻ പറയുന്നത് ഏത് സമയത്ത് ശരീരം വെടിഞ്ഞു കഴിഞ്ഞാൽ അവര് തിരിച്ചു വരും, ഏത് സമയത്ത് ശരീരം വെടിഞ്ഞാൽ തിരിച്ചു വരില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത്. 24-ാമത്തെ ശ്ലോകത്തിൽ തിരിച്ചു വരാണ്ടാത്ത മാർഗത്തിനെ കുറിച്ചാണ് പറയുന്നത്. പ്രകാശത്തിന്റെ മാർഗത്തിനെ കുറിച്ചാണ് ഭഗവാൻ പറയുന്നത്.
അഗ്നിർജ്യോതിർ അഹ ശുക്ല ഷൺമാസ ഉത്തരായണം തത്ര പ്രയാത ഗച്ഛന്തി ബ്രഹ്മവിദോചന. ഈ സമയങ്ങളിലൊക്കെ ശരീരം വെടിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഉയർന്ന ലോകങ്ങളിലേക്ക് പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ലഭിക്കും. അതിനുള്ള സൗകര്യങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ളതൊക്കെ. അഗ്നി, ഒന്നെങ്കിൽ അഗ്നിയുടെ സഹായത്തോടു കൂടി നമ്മൾക്ക് ഉയർന്ന ലോകങ്ങളിലേക്ക് പോകാം. കാരണം ഈ ഭൗതിക ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ ഇരുട്ടാണ്. അപ്പൊ നമ്മൾക്ക് ഏതെങ്കിലും ഒരു വഴികാട്ടി, ഒരു പ്രകാശം ആവശ്യമാണ് ഉയർന്ന ലോകങ്ങളിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട്. അതിന് സഹായിക്കുന്ന വാഹനങ്ങളായിട്ടാണ് ഈ സൗകര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ പറഞ്ഞിട്ടുള്ള സൗകര്യങ്ങൾ എന്തൊക്കെയാണ്? അഗ്നി ജ്യോതി അഹ ശുക്ല ഷൺമാസ ഉത്തരായണം തത്ര പ്രയാത ഗച്ഛന്തി ബ്രഹ്മവിദോചന. അഗ്നി, മരിക്കുന്ന സമയത്ത് ഒരു വ്യക്തിയുടെ അടുത്ത് ഒരു ദീപം കൊളുത്തി വെക്കാറുണ്ട് സാധാരണഗതിയിൽ, വിളക്ക് കത്തിച്ച് വെക്കും. അപ്പം അത് ഒരു ദേവതയായിട്ട് പ്രവർത്തിക്കും അവർക്ക് മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അഗ്നി ജ്യോതിസ് അല്ലെങ്കിൽ ഒരു പ്രകാശ സ്രോതസ്. അഹ പകൽ സമയം സൂര്യന്റെ സഹായം ഉണ്ടാവും, സൂര്യപ്രകാശം ഉണ്ടാവും. പിന്നീട് ശുക്ലപക്ഷം, വെളുത്ത പക്ഷം. ഷൺമാസ ഉത്തരായണ സമയം. ഇതൊക്കെ ഉയർന്ന ലോകങ്ങളിലേക്ക് പോകാനുള്ള അവസരങ്ങൾ നൽകുന്നതാണ് എന്ന് പറയും. അവർക്ക് ഉയർന്നു പോകാം. അവർ ഒറ്റയടിക്ക് ഭഗവാന്റെ അടുത്ത് എത്തണം എന്നില്ല. കാരണം അവർ ഭക്തി ചെയ്യാത്തത് കൊണ്ട് ഭഗവാന്റെ അടുത്തേക്ക് നേരിട്ട് പോകുന്നില്ല. അവരെന്താണ് ചെയ്യുന്നത്? പ്രകാശത്തിന്റെ മാർഗത്തിൽ സഞ്ചരിച്ച് ഉയർന്ന ലോകങ്ങളിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഉയർന്ന ലോകങ്ങളിൽ എത്തി അവർക്ക് വീണ്ടും ഭക്തി പ്രാക്ടീസ് ചെയ്ത് ആത്മീയ മാർഗത്തിൽ സഞ്ചരിച്ച് വീണ്ടും ഉയർന്നു പോകാനുള്ള അവസരമുണ്ട്. അതാണ് ഈ പ്രകാശത്തിന്റെ മാർഗം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ മാർഗം ഇരുട്ടിന്റെ മാർഗമാണ്. 25ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ധൂമോ രാത്രി തഥാ കൃഷ്ണ ഷൺമാസ ദക്ഷിണായനം തത്ര ചാന്ദ്രമസം ജ്യോതിർ യോഗി പ്രാപ്യ നിവർത്തത. ഇരുട്ടിലൂടെ പുറത്തിറങ്ങിയിട്ടുള്ള ആളുകൾക്ക് അവസാനം ഓൾമോസ്റ്റ് അവർക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത് ചന്ദ്രലോകത്തിലാണ്. അവർ തിരിച്ചു വരേണ്ടി വരും എന്ന് പറയും. കാരണം അവർക്ക് ആവശ്യമായിട്ടുള്ള വെഹിക്കിൾ മുകളിലേക്ക് പോകാനുള്ള അവസരം ലഭിക്കാത്തത് കൊണ്ട് അവർ വീണ്ടും ഭൂമിയിലേക്ക് തന്നെ തിരിച്ചു വരുമെന്ന് പറയുന്നു. ധൂമോ രാത്രി തഥാ കൃഷ്ണ ഷൺമാസ ദക്ഷിണായനം തത്ര ചന്ദ്രമസം ജ്യോതിർ യോഗി പ്രാപ്യ നിവർത്തത. ധൂമസാന്നിധ്യം, പുകയുടെ സാന്നിധ്യം. രാത്രി സമയം, തഥാ കൃഷ്ണപക്ഷം. നമുക്കറിയാം ഒരു മാസം 2 പക്ഷങ്ങളുണ്ട് ചന്ദ്രന്. വൃദ്ധിയുമുണ്ട്, ക്ഷയമുണ്ട്. ചന്ദ്രന് വൃദ്ധി ഉണ്ടാകുന്ന സമയത്ത്, അതായത് ചന്ദ്രൻ നമ്മൾ നോക്കുന്ന സമയത്ത് ഓരോ ദിവസം വലുതായി വരുന്നുണ്ടെങ്കിൽ അത് ശുക്ലപക്ഷമാണ്. ചന്ദ്രന് ക്ഷയമാണ് സംഭവിക്കുന്നതെങ്കിൽ, ചന്ദ്രൻ ഓരോ ദിവസം ചെറുതായി വരികയാണെങ്കിൽ അത് കൃഷ്ണപക്ഷമാണ്. അങ്ങനെ നമ്മൾക്കറിയാം കറുത്ത പക്ഷം, വെളുത്ത പക്ഷം എന്ന് നമ്മൾ പറയും. അപ്പൊ ഇവിടെ പറയുന്നത് കൃഷ്ണപക്ഷം. ചന്ദ്രന് ക്ഷയമുണ്ടാകുന്ന 15 ദിവസം. ഷൺമാസ ദക്ഷിണായന സമയം മരിക്കുന്നതിന് നല്ലതല്ല എന്നാണ് പറയുന്നത്. അവർ ഇരുട്ടിന്റെ വഴിയിലൂടെ പോകേണ്ടി വരും എന്നാണ് പറയുന്നത്. അപ്പം ഇവരൊക്കെ തിരിച്ചു വരേണ്ടി വരും എന്നാണ് പറയുന്നത്. തത്ര ചന്ദ്രമസം ജ്യോതിർ. ഇവരൊക്കെ അവസാനം എവിടെയാണ് എത്തിച്ചേരുന്നത്? ചന്ദ്രലോകത്തിലാണ് എത്തിച്ചേരുന്നത്. അവരവിടെ ജീവിച്ച് വീണ്ടും ഭൂമിയിലേക്ക് തിരിച്ചു വരേണ്ടി വരും എന്ന് പറയുന്നു. തത്ര ചന്ദ്രമസം ജ്യോതിർ യോഗി പ്രാപ്യ നിവർത്തത. അവരെന്തായാലും ഭൂമിയിലേക്ക് തിരിച്ചു വരും എന്നാണ് പറയുന്നത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ വേദങ്ങളിൽ പറയുന്നതാണ്, കർമ്മകാണ്ഡങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിന് ഭക്തിയോഗമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നാണ് ഇനിയുള്ള 2 ശ്ലോകങ്ങളിൽ ഭഗവാൻ പറയുന്നത്. ഭക്തിയോഗി ഇതിനെക്കുറിച്ച് വല്ലാണ്ട് ചിന്തിച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല എന്ന് ഭഗവാൻ പറയുന്നു. കാരണം നേരത്തെ തന്നെ അർജുനനോട് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, വേദങ്ങളിൽ ഭൂരിഭാഗം വിശദീകരിക്കുന്നത് ഈ ലോകത്തിനെ കുറിച്ചാണ്, ഈ ഭൗതിക ലോകത്തിനെ കുറിച്ചാണ്. ത്രൈഗുണ്യ വിഷയ വേദ നിസ്ത്രൈഗുണ്യോ ഭവാർജുന. ഈ ലോകങ്ങളിലെ ഉയർച്ച താഴ്ചകളെ കുറിച്ചല്ല നീ ചിന്തിക്കേണ്ടത്, അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഭഗവത് ധാമത്തിനെ കുറിച്ചാണ് നീ ചിന്തിക്കേണ്ടത് എന്ന് നേരത്തെ തന്നെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വേദങ്ങളിൽ അധികവും
ഈ ലോകത്തിലെ ഉയർച്ച താഴ്ചകളെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഉയർന്ന് എങ്ങനെയാണ് പോകുന്നത് എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. 26ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ശുക്ലകൃഷ്ണേ ഗതിഹേതേ ജഗത ശാശ്വതേ മതേ ഏകയാ യത്യനാവൃത്തിം അന്യയാവർത്തതേ പുനഃ. ഭൂമിയിൽ നിന്ന് പോകാൻ 2 മാർഗങ്ങളാണുള്ളതെന്ന് വേദങ്ങൾ ഘോഷിക്കുന്നു. ഒന്ന് പ്രകാശത്തിലും മറ്റൊന്ന് അന്ധകാരത്തിലും. വെളിച്ചത്തിലൂടെ പോയവർ തിരിച്ചു വരാറില്ല, ഇരുട്ടിലൂടെ പോയവർക്ക് മടങ്ങി വന്നേ കഴിയും. ഇത് വേദങ്ങളിൽ നിർദ്ദേശിക്കുന്ന 2 മാർഗങ്ങളാണ്. ഇരുട്ടിന്റെ മാർഗവും പ്രകാശത്തിന്റെ മാർഗം നമ്മൾ കേട്ടിട്ടുണ്ട്. തമസോമ ജ്യോതിർഗമയ. ഇരുട്ടിന്റെ മാർഗത്തിൽ പോകരുത്, പ്രകാശത്തിന്റെ മാർഗത്തിൽ പോകണം എന്നാണ് വേദങ്ങളിൽ നിർദ്ദേശിക്കുന്നത്. ഇപ്പൊ വേദങ്ങളിൽ 2 മാർഗമുണ്ട്. എന്തായാലും തമസിന്റെ മാർഗവും പറയുന്നുണ്ട്, ജ്യോതിസിന്റെ മാർഗവും പറയുന്നുണ്ട്. തമസോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമസിന്റെ മാർഗത്തിൽ പോകരുത്, കാരണം എന്താണ്? തിരിച്ചു വരേണ്ടി വരും. ജ്യോതിർഗമയ, നിങ്ങൾ പ്രകാശത്തിന്റെ മാർഗത്തിലാണ് പോകേണ്ടത് എന്ന് വേദങ്ങളിൽ നിർദ്ദേശിക്കുന്നുണ്ട് എന്നിവിടെ ഭഗവാൻ തന്നെ എടുത്തു പറയുന്നു. ഭാവാർത്ഥത്തിൽ ശ്രീല പ്രഭാതർ പറയുന്നു, മരണം, പുനർജന്മം ഇവയെ പറ്റി ഇതേ വിവരണമാണ് പണ്ഡിതൻ ബലദേവ വിദ്യാഭൂഷൺ ചാന്തോക്യോപനിഷത്തിൽ നിന്നെടുത്ത് കാട്ടുന്നത്. ബലമുദ്ദേശിച്ച് കർമ്മം ചെയ്യുന്നവരും തത്വജ്ഞാനപരമായ ഊഹാപോഹങ്ങൾ നടത്തുന്നവരും അനാദികാലം മുതലേ ഭൂമിയിൽ വന്നും പോയും ഇരിക്കുന്നു. കൃഷ്ണന് സ്വയം സമർപ്പിതരാകാത്തതിനാൽ അക്കൂട്ടർക്ക് വാസ്തവത്തിൽ ഒരിക്കലും ആത്യന്തിക മുക്തി ലഭിക്കാറില്ല. ഇവർ ഒരുപാട് കാലമായിട്ട് ഈ വേദങ്ങളുടെ നിർദ്ദേശം അനുസരിച്ച് അങ്ങനെ വ്യത്യസ്ത ലോകങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് അൾട്ടിമേറ്റ് ആയിട്ട് പുറത്തേക്ക് പോകാൻ സാധിക്കുന്നില്ല, ആധ്യാത്മിക ലോകത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നില്ല. കാരണം അവർ ഭക്തി ചെയ്യുന്നില്ല. ഭക്തിയുടെ സഹായത്തോടു കൂടി മാത്രമേ നമ്മൾക്ക് മറ്റ് യോഗങ്ങളിലൂടെ പോലും മറ്റ് യോഗങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ പോലും ഭക്തിയുടെ സഹായത്തോടു കൂടി മാത്രമേ നമ്മൾക്ക് ആത്മീയ ലോകത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കൂ. ഭാഗവത്തിൽ പറയുന്നുണ്ട്, ഏത് യോഗം വിജയിക്കണമെങ്കിലും, ധ്യാനയോഗമാകട്ടെ, ജ്ഞാനയോഗമാകട്ടെ, അല്ലെങ്കിൽ പ്രാണായാമമാകട്ടെ, ഏത് യോഗമാണെങ്കിലും വിജയിക്കണമെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കണം. അപ്പം ഇങ്ങനെ വേദവിധി പ്രകാരം ദേവന്മാരെ മാത്രം ആരാധിച്ച് സഞ്ചരിക്കുന്നവർ ഈ ബ്രഹ്മാണ്ടത്തിൽ അങ്ങനെ മുകളിലേക്കും താഴോട്ടുമായിട്ട് അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർക്ക് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ബെനിഫിറ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. നേരത്തെയും ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, ഏവം ത്രയീധർമ്മമനുപ്രപന്ന ഗതാഗതം കാമകാമാലബന്ധേ. വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള യജ്ഞങ്ങളും എല്ലാവിധ വിധികളും ആചരിച്ചാലും എന്തു തന്നെയാണ് കിട്ടുന്നത്? ഏവം ത്രയീധർമ്മം അനുപ്രപന്ന ഗതാഗതം കാമകാമാലബന്ധേ. എന്താണ് ത്രയീധർമ്മം എന്ന് പറയുന്നത്? വേദങ്ങളിൽ പ്രധാനമായിട്ടും ധർമ്മം, അർത്ഥം, കാമം, പിന്നീട് മോക്ഷം. ഇതില് ആദ്യത്തെ 3 ഭാഗത്തിനെ കുറിച്ചാണ് വേദങ്ങളിൽ വിശദീകരിച്ച് പറയുന്നത്. ധർമ്മം, അർത്ഥം, കാമം. ഈ 3 ധർമ്മങ്ങളും അനുഷ്ഠിച്ചാലും, വേദവിധി പ്രകാരം അനുഷ്ഠിച്ചാലും എന്താണ് ഒരു വ്യക്തിക്ക് കിട്ടുന്നത്? ഗതാഗതം കാമകാമാലബന്ധേ. ഗതാഗതം, അങ്ങോട്ട് പോകുന്നു, മുകളിലേക്ക് പോകുന്നു, പിന്നെ കുറെ കറങ്ങി തിരിച്ച് വീണ്ടും താഴോട്ട് വരുന്നു. അങ്ങനെ അവർ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഗതാഗതമാണ് അവർക്ക് ലഭിക്കുന്നത് എന്നാണ് ഇവിടെ ഭാവാർത്ഥത്തിൽ ശീലപ്രഭാതർ പറയുന്നത്. ബലമുദ്ദേശിച്ച് കർമ്മം ചെയ്യുന്നവരും തത്വജ്ഞാനപരമായ ഊഹാപോഹങ്ങൾ നടത്തുന്നവരും അനാദികാലം മുതൽക്കേ ഭൂമിയിൽ വന്നും പോയും കൊണ്ടിരിക്കുന്നു. കൃഷ്ണന് സ്വയം സമർപ്പിതരാകാത്തതിനാൽ അക്കൂട്ടർക്ക് വാസ്തവത്തിൽ ഒരിക്കലും ആത്യന്തിക മുക്തി ലഭിക്കുന്നില്ല. അപ്പൊ ഇവിടെ ഭഗവാൻ പറയുന്നത് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ബെനിഫിറ്റിനെ കുറിച്ചാണ്. ഭഗവാൻ സംസാരിക്കുമ്പോൾ ഒരിക്കലും ഒരു താഴ്ന്ന തരം കാര്യത്തിനെ കുറിച്ച് പറയുന്നില്ല. ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ബെനിഫിറ്റിനെ കുറിച്ചാണ്, ഒരു ജീവാത്മാവിനുണ്ടാവുന്ന ഏറ്റവും നല്ല കാര്യം, ഏറ്റവും മംഗളകരമായിട്ടുള്ള കാര്യത്തിനെ കുറിച്ചാണ് ഭഗവാൻ പറഞ്ഞു തരുന്നത്, അല്ലെ? ഭഗവാൻ സംസാരിക്കുമ്പോൾ സാധാരണ കാര്യങ്ങളെ കുറിച്ച് ഒരിക്കലും സംസാരിക്കില്ല. ഭഗവാൻ ഏറ്റവും നല്ല കാര്യമാണ് നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പം വീണ്ടും വീണ്ടും ഉയർന്ന ലോകങ്ങളിൽ പോയി വീണ്ടും താഴ്ന്ന ലോകങ്ങളിലേക്ക് വരുന്നതിന് പകരം അൾട്ടിമേറ്റ് ആയിട്ട് ഭഗവാന്റെ അടുത്തേക്ക് പോകാനാണ് ഭഗവാൻ ഇവിടെ നിർദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഈ 2 മാർഗങ്ങളെ കുറിച്ചും പറഞ്ഞു തന്നതിന് ശേഷം ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, യോഗികൾക്ക് അല്ലെങ്കിൽ ഭഗവാന് വേണ്ടി സേവനം ചെയ്യുന്ന ഭക്തന്മാർക്ക്
യോഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനുമായിട്ട് യോജിച്ച വ്യക്തി എന്നാണ് നേരത്തെ തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. യോഗിനാമപി സർവേഷാം മദ്ഗതേൻ അന്തരാത്മന ശ്രദ്ധാവാൻ ഭജതേ യോമാം സമേയുക്തതമോ മത. ഭഗവാനെ ശ്രദ്ധയോടുകൂടി ഭജിക്കുന്ന വ്യക്തിയാണ് യഥാർത്ഥ യോഗി, ഏറ്റവും ഉന്നതനായിട്ടുള്ള യോഗി എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ യോഗി എന്നുള്ള വാക്ക് ഉദ്ദേശിക്കുന്നത് ഭഗവാന്റെ ഭക്തന്മാരെയാണ്. ആ ഭക്തന്മാര് ഈ രണ്ട് മാർഗങ്ങളെ കുറിച്ച് കേട്ടാലും, ഏതൊക്കെയാണ് രണ്ട് മാർഗം? തമസിന്റെ മാർഗം, പ്രകാശത്തിന്റെ മാർഗം. ഈ രണ്ട് മാർഗങ്ങളെ കുറിച്ച് കേട്ടാലും ശുക്ലകൃഷ്ണേ ഗതി ഹേദേ, ഇവിടെ ഭഗവാൻ പറയുന്നത് ശുക്ലകൃഷ്ണേ ഗതി എന്നാണ്. ഒന്ന് പ്രകാശത്തിന്റെ മാർഗം, ഒന്ന് ഇരുട്ടിന്റെ മാർഗം. രണ്ടിനെ കുറിച്ച് കേട്ടാലും ശുക്ലകൃഷ്ണേ ഗതി ഹേദേ ജഗത ശാശ്വതേ മതേ ഏകയാ യത്യനാവർത്തിയും അന്യയാവർത്തതേ പുനം. ഈ രണ്ട് മാർഗങ്ങളെ കുറിച്ചും വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് 26ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഇനി 27ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, നൈതേ ശ്രുതി പാർത്ത് ജാനൻ യോഗി മുഹ്യതി കശ്ചന തസ്മാത് സർവേഷു കാലേഷു യോഗയുക്തോ ഭവാർജുന. നൈതേ ശ്രുതി പാർത്ത, ഇത് രണ്ടും കേട്ടാലും രണ്ട് വഴികളെ കുറിച്ച് അറിഞ്ഞാലും, ജാനൻ അറിഞ്ഞാലും, യോഗി മുഹ്യതി കശ്ചന, യോഗിക്ക് അല്ലെങ്കിൽ ഭഗവാന്റെ ഭക്തന് യാതൊരു ചിന്തയുമില്ല, അതിനെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ല എന്നാണ് പറയുന്നത്. കാരണം എന്താണ്? അവർക്ക് ഇങ്ങനെ ദേവന്മാരുടെ സഹായത്തിന് വേണ്ടി അല്ലെങ്കിൽ സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇന്ന സമയത്ത് പുറത്തിറങ്ങണം, അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? അവർക്ക് എപ്പോഴും ഭഗവാന്റെ സഹായമുണ്ട്. ഭഗവാൻ സമയത്തിനെ നിയന്ത്രിക്കുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ ഭഗവാൻ തന്നെയാണ് സമയം. ഹാലോസ്മി, ഞാൻ തന്നെയാണ് സമയം എന്ന് ഭഗവാൻ പറയുന്നത്. അപ്പൊ ഏത് സമയത്ത് ശരീരം വെടിയുന്നു എന്ന് ഭക്തന്മാർ ചിന്തിച്ച് വേവലാതിപ്പെടാറില്ല എന്നാണ് പറയുന്നത്. അതിന്റെ വിവർത്തനം വായിച്ചോളൂ. 27ാമത്തെ ശ്ലോകത്തിന്റെ വിവർത്തനം ഭാവാർത്ഥം വായിച്ചോളൂ, നമുക്ക് നോക്കാം. ഹരേ കൃഷ്ണ. അംബിക മാതാജി വായിച്ചു. 27ാമത്തെ ശ്ലോകം. വിവർത്തനം. ഈ രണ്ട് വഴികളെയും കുറിച്ച് അറിഞ്ഞിട്ടും ഭക്തൻ സംഭ്രമിക്കുന്നില്ല. അതിനാൽ അർജുന, എല്ലായ്പ്പോഴും ഭക്തിയിൽ ഉറച്ചു നിൽക്കുക. ഭാവാർത്ഥം. ഭൗതിക ലോകം വിട്ടുപോകുന്ന ആത്മാവിന്റെ ഈ വ്യത്യസ്ത മാർഗങ്ങളെ ഓർത്ത് സംഭ്രമിക്കേണ്ടതില്ലെന്ന് ഭഗവാൻ അർജുനനോട് ഉപദേശിക്കുന്നു. യാദൃശ്ചികമായിട്ടാണോ, മുൻ നിശ്ചയിച്ച പ്രകാരമാണോ ഇവിടം വിട്ട് പോകേണ്ടതെന്ന് ചിന്തിച്ച് ഭഗവത് ഭക്തൻ വ്യാകുലപ്പെടേണ്ടതില്ല. അയാൾ കൃഷ്ണാവബോധത്തിൽ ഉറച്ചു നിൽക്കുകയും ഹരേ കൃഷ്ണ നാമോച്ചാരണം തുടരുകയും ചെയ്താൽ മതി. ഈ രണ്ടു വഴികളെക്കുറിച്ചും ഏറെ ഉത്കണ്ഠ കൊള്ളുന്നത് ക്ലേശകരമാണ്. ഭഗവത് സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കൃഷ്ണാവബോധത്തിൽ മുഴുകാൻ ഏറ്റവും ഉത്തമമായ ഉപായം. ആധ്യാത്മിക ലോകത്തിലേക്കുള്ള മാർഗത്തെ ഇത് നിശ്ചിതവും ഋജുവുമാക്കുന്നു. യോഗയുക്ത എന്ന വാക്കിനിവിടെ അത്യന്തം പ്രസക്തിയുണ്ട്. യോഗനിഷ്ഠനായവൻ തന്റെ സർവ്വപ്രവർത്തനങ്ങളിലും കൃഷ്ണാവബോധ ഭരിതനായിരിക്കും. അനാസക്തസ്യ വിഷയാൻ യഥാർഹ ഉപയുജ്ഞത എന്ന് രൂപഗോസ്വാമി ഉപദേശിക്കുന്നു. ഭക്തൻ ഭൗതിക വിഷയങ്ങളിൽ അനാസക്തനായി കൃഷ്ണാവബോധത്തോടെ സർവകർമ്മങ്ങളും ചെയ്യണം. യുക്തവൈരാഗ്യം എന്ന ഈ പ്രക്രിയ ഒരാളെ പരിപൂർണതയിൽ എത്തിക്കുന്നു. അതുകൊണ്ട് ഈ വിവരണങ്ങൾ കൊണ്ടൊന്നും ഭക്തൻ അസ്വസ്ഥനാകുന്നില്ല. ഭക്തിയുടെ സേവനം കൊണ്ട് തനിക്ക് ഭഗവത് ധാമത്തിലേക്ക് എത്താൻ കഴിയുമെന്ന് സുനിശ്ചിതമാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു അംബിക മാതാജി. അപ്പൊ ഇവിടെ വേദങ്ങളിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. വ്യത്യസ്തമായിട്ടുള്ള യജ്ഞങ്ങളെ കുറിച്ച്, മറ്റ് ലോകങ്ങളിലേക്ക് പോകുന്നതിനെ കുറിച്ച്, അതിന് ചെയ്യേണ്ട കർമ്മങ്ങളെ കുറിച്ചൊക്കെ വേദങ്ങളിൽ വ്യത്യസ്ത നിർദ്ദേശങ്ങളുണ്ടാകും. അങ്ങനെയുള്ള വേദനിർദ്ദേശങ്ങളൊന്നും കേട്ട് ഭക്തൻ സംഭ്രമിക്കുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. തമസിന്റെ മാർഗത്തിനെ കുറിച്ചും പ്രകാശത്തിന്റെ മാർഗത്തിനെ കുറിച്ചും ഇന്ന സമയത്ത് ശരീരം വെടിയണം എന്നതിനെ കുറിച്ചൊക്കെ വേദങ്ങളിൽ നിർദ്ദേശമുണ്ട്. ആ വേദങ്ങളിൽ പറയുന്ന കാര്യമാണ് ഭഗവാൻ ഇവിടെ ഇപ്പം എടുത്തു പറഞ്ഞിട്ടുള്ളത്. അഗ്നിർജ്യോതിർഹ ശുക്ല ഷൺമാസ ഉത്തരായണം എന്ന് പറഞ്ഞിട്ടുള്ളത് വേദങ്ങളിൽ പറയുന്നതാണ്. അപ്പം ഇതൊന്നും കേട്ടാലും ഭക്തൻ സംഭ്രമിക്കുന്നില്ല എന്ന് പറയും. കാരണം ഭക്തന് പൂർണ്ണമായിട്ടും ഭഗവാനിൽ വിശ്വാസമുണ്ട്. തൻ്റെ തപസ് കൊണ്ടോ തൻ്റെ കഴിവ് കൊണ്ടല്ല താൻ പോകുന്നത്, അത് ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് എന്ന് പൂർണ്ണമായിട്ടും ഒരു ഭക്തന് വിശ്വാസമുണ്ട്.
ആ വിശ്വാസമുള്ളത് കൊണ്ട് തന്നെ ഭഗവാനിൽ വിശ്വാസവും ഭഗവാനോട് കൃതജ്ഞതയും ഉള്ളത് കൊണ്ട് തന്നെ ഭഗവാൻ ആ സമയത്ത്, അവസാന സമയത്ത് തീർച്ചയായിട്ടും ഒരു ഭക്തനെ സഹായിക്കും. അത് ഏത് സമയത്ത് ശരീരം വെടിയുന്ന ഭക്തനാണെങ്കിലും ആ ഭക്തനെ ഭഗവാൻ സഹായിക്കും. അല്ല, അത് പല സമയത്തും ഭഗവാൻ പറയുന്നുണ്ട്. യോഗക്ഷേമം വഹാമി അഹം എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അനന്യ ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനം യോഗക്ഷേമം വഹാമി അഹം. നമ്മൾ മറ്റ് ദേവതമാരെയോ സമയത്തിനെയോ ഒന്നും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. ഭഗവാനെ ആശ്രയിക്കാത്തവർക്കാണ് ഇതിനൊക്കെ ആശ്രയിക്കേണ്ടി വരുന്നത്. ഭക്തനെ നേരിട്ട് ഭഗവാൻ തന്നെ സഹായിക്കുന്നുണ്ട്. യോഗക്ഷേമം വഹാമി അഹം എന്ന് ഭഗവാൻ പറയും. അപ്പം ഒരു വ്യക്തിയുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള യോഗക്ഷേമം എന്താണ്? ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകുക എന്നുള്ളതാണ്. ഈ ലോകത്തിലുള്ള യോഗക്ഷേമവും ഭഗവാൻ നോക്കിക്കോളും. ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാനുള്ള യോഗക്ഷേമവും അതും ഭഗവാൻ തന്നെ നോക്കിക്കോളും. അതുകൊണ്ട് ഭക്തൻ ഏത് സമയത്ത് ശരീരം വെടിയുന്നതിനും യാതൊരു ഉത്കണ്ഠയുടെയും ആവശ്യമില്ല എന്നാണ് ഇവിടെ പറയുന്നത്. നൈതേ ശ്രുതി പാർത്ഥ ജാനൻ യോഗി മുഹ്യതി കശ്ചന. വേദങ്ങളിലുള്ള വ്യത്യസ്തമായിട്ടുള്ള നിർദ്ദേശങ്ങളൊന്നും കേട്ട് ഭക്തൻ സംഭ്രമിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇതും നേരത്തെയും പല സമയത്തും ഭഗവാൻ പറയുന്നുണ്ട്. യാമിമാം പുഷ്പിതാം വാചം പ്രവദന്തി അവിപശ്ചിത വേദവാദ രഥാപാർത്ഥ നാണ്യതസ്ഥിതി വാദിന. വേദങ്ങളിൽ അലങ്കൃതമായിട്ടുള്ള ഒരുപാട് വാക്കുകളുണ്ട്. പുഷ്പിതാം വാചം, നമ്മളെ അട്രാക്ട് ചെയ്യുന്ന ഒരുപാട് യജ്ഞങ്ങൾ, ഒരുപാട് വഴിപാടുകളൊക്കെ ഉണ്ട്. അല്ല, ഇന്ന ദേവതയെ ആരാധിച്ചു കഴിഞ്ഞാൽ ഇന്ന നേട്ടം ഉണ്ടാകും, ഇന്ന യജ്ഞം ചെയ്തു കഴിഞ്ഞാൽ ഇന്ന നേട്ടം ഉണ്ടാകും, സമ്പത്തുണ്ടാകും, ഐശ്വര്യം ഉണ്ടാകും, അതുണ്ടാകും, ഇതുണ്ടാകും എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഭഗവാൻ എന്താണ് പറയുന്നത്? യാമിമാം പുഷ്പിതാം വാചം, ബുദ്ധി കുറഞ്ഞ ആളുകളെ ആകർഷിക്കുന്ന വാക്കുകളാണ്. കാമാത്മാന സ്വർഗപരാ ജന്മകർമ്മ ഫലപ്രദ ക്രിയാവിശേഷ ബഹുലാം ഭോഗൈശ്വര്യഗതി. കാമാത്മാന സ്വർഗപര, കാമം കൊണ്ട് ബുദ്ധി നഷ്ടപ്പെട്ട വ്യക്തികൾ അല്ലെ. മയയാ അപഹൃത ജ്ഞാന, കാമം കൊണ്ട് ബുദ്ധിശക്തി നഷ്ടപ്പെട്ട ആളുകളാണ് ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങളിലൊക്കെ അട്രാക്റ്റഡ് ആവുന്നത്. അവർ പലതും ചെയ്യും അല്ലെ. സമ്പത്ത് കൂടുന്നതിന് വേണ്ടിയിട്ട് അത് ചെയ്യണം, ഇത് ചെയ്യണം. അപ്പം അങ്ങനെയുള്ളവര് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ഭക്തന്മാർക്ക് ഇതിലൊന്നും താല്പര്യമില്ല. അവർക്ക് ഭഗവാന്റെ സംരക്ഷണത്തിൽ ആണ് പൂർണ്ണ വിശ്വാസമുള്ളത്. അതുകൊണ്ട് ഭഗവാന്റെ സംരക്ഷണത്താൽ അവരെ ഏറ്റവും ഉയർന്ന നേട്ടം അവർക്ക് ലഭിക്കുകയും ചെയ്യും എന്നാണ് ഇവിടെ പറയുന്നത്. അടുത്ത ശ്ലോകത്തിൽ വീണ്ടും അത് വ്യക്തമാക്കുന്നുണ്ട് ഭഗവാൻ. വേദങ്ങളിലുള്ള വ്യത്യസ്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ പാലിച്ചിട്ടില്ലെങ്കിൽ ഭക്തന് എന്തെങ്കിലും നഷ്ടമുണ്ടാവുമോ എന്ന് അപ്പോൾ നമുക്കൊരു സംശയം ഉണ്ടാകും അല്ല. ഇവിടെ ഭഗവാൻ പറയുന്നു, വേദങ്ങളിലുള്ള നിർദ്ദേശങ്ങളൊന്നും ഒരു ഭക്തനെ ബാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഭക്തൻ അതിലൊന്നും ആകർഷിതനാകുന്നില്ല എന്ന് പറയും. അപ്പൊ നമ്മൾക്ക് സംശയം ഉണ്ടാവും, വേദങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചിട്ടില്ലെങ്കിൽ, അത് കേട്ടിട്ടില്ലെങ്കിൽ നമ്മൾക്ക് അതൊക്കെ നഷ്ടമാവുകയില്ലേ, അല്ലെങ്കിൽ അത് ചെയ്തില്ലെങ്കിൽ നമ്മൾക്ക് ദോഷമുണ്ടാകുമോ, പാപമുണ്ടാകുമോ എന്നൊക്കെ സംശയം ഉണ്ടാകും. അങ്ങനെ സംശയിക്കേണ്ട യാതൊരു ആവശ്യമില്ല എന്ന് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ എടുത്തു പറയുന്നുണ്ട്. വേദേഷു യജ്ഞേഷു തപസ്സു ചെയ്വ ദാനേഷു യത് പുണ്യഫലം പ്രതിഷ്ഠം അത്യേതി തത് സർവമിതം വിദിത്വ യോഗി പരം സ്ഥാനം ഉപേദിച്ചാതി. അല്ലെ, പലരും പല ചടങ്ങുകളുടെ പേരിൽ, പല കർമ്മങ്ങളുടെ പേരിൽ ഭഗവാന്റെ ഭക്തിയിലേക്ക് വരാതിരിക്കുന്നുണ്ട്, കർമ്മങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട്. പക്ഷെ അങ്ങനെയുള്ള ആളുകള് യഥാർത്ഥത്തിൽ ബുദ്ധി കുറഞ്ഞ ആളുകളാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. അവിപശ്ചിത, ഭഗവാനിൽ ബുദ്ധി ഉറക്കാത്ത ആളുകളാണ് അല്ലെ. ഭഗവാൻ പറയുന്നുണ്ട് എന്താണ്? യഥാതേ മോഹകലിലം ബുദ്ധിർ വ്യതിതരിഷ്യതി തഥാ ഗന്ധാസി നിർവേദം ശ്രോതവ്യസ്യ ശ്രുതസ്യ ച. വേദനിർദ്ദേശങ്ങൾ തന്നെ ഒരു കാട് പോലെയാണെന്ന് പറയും. അതിലൊരുപാട് നിർദ്ദേശങ്ങളുണ്ട്. അതിനനുസരിച്ച് പോവുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ ക്രിയാവിശേഷ ബഹുലം, ഒരുപാട് ക്രിയകൾ ചെയ്യേണ്ടി വരും. അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെ നമ്മൾക്ക് അതിനെ സമയമുണ്ടാകും. ഭഗവാനെ നമ്മൾ മറന്നു. പക്ഷെ ഭഗവാനിൽ ബുദ്ധി ഉറച്ചവർ യഥാതേ മോഹകലിലം ബുദ്ധിർ വ്യതിതരിഷ്യതി
തഥാ ഗന്ധാസി നിർവേദം ശ്രോതവ്യസ്യ ശ്രുതസ്യ. ഭഗവാനെ പൂർണ്ണമായിട്ട് ആശ്രയിച്ചിട്ടുള്ള ഭക്തന് നിർവേദം, അത് വേദങ്ങളുടെ നിർദ്ദേശം കേട്ട് കഴിഞ്ഞാലും അദ്ദേഹത്തിന് അത് ബാധിക്കുന്നില്ല. അദ്ദേഹത്തിന് അതിൽ വലിയ ടെൻഷനില്ല, ഉത്കണ്ഠയില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഭഗവാൻ പറയുന്നു, വേദങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ പാലിക്കുന്നതിന്റെ ഫലം ഭക്തി ചെയ്യുന്നത് കൊണ്ട് തന്നെ കിട്ടും. അതുകൊണ്ട് നമ്മൾ വീണ്ടും അത് ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. 28ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ കൺക്ലൂഡ് ചെയ്യുന്നു ഈ അധ്യായം. അതിന്റെ ഭാവാർത്ഥം കുറച്ച് കൂടുതലുണ്ട്. സമയമുണ്ടോ? വായിക്കാൻ പ്രഭുജി. ഹരേ കൃഷ്ണ. യെസ്. അപ്പം ഭാവാർത്ഥം വായിച്ചോളൂ. വിവർത്തനം ഭാവാർത്ഥം വായിച്ചു. ഹരേ കൃഷ്ണ. ശ്ലോകം 28. ഭക്തിമാർഗം സ്വീകരിച്ചതുകൊണ്ട് വേദപഠനം, യജ്ഞാചരണം, ദാനം, കാമ്യകർമ്മങ്ങൾ എന്നിവയാൽ നേടാവുന്ന പുണ്യങ്ങളൊന്നും മനുഷ്യന് നഷ്ടപ്പെടുന്നില്ല. ഭഗവത് സേവനം കൊണ്ട് തന്നെ മേൽപ്പറഞ്ഞ പുണ്യങ്ങളെല്ലാം ഭക്തന് ലഭിക്കുന്നു. കൂടാതെ അവസാനം അയാൾ സനാതനമായ പരമധാമത്തിലെത്തുകയും ചെയ്യും. ഭാവാർത്ഥം: 7ഉം 8ഉം അധ്യായങ്ങളുടെ രത്നചുരുക്കമാണ് കൃഷ്ണാവബോധത്തെയും ഭഗവത് സേവനത്തെയും കുറിച്ച് ഉപന്യസിക്കുന്ന ഈ ശ്ലോകം. ഒരു ആധ്യാത്മിക ഗുരുവിന്റെ ശിക്ഷണത്തിന് കീഴിൽ വേദപഠനം നടത്തുന്നവർ കഠിന വ്രതങ്ങൾ അനുഷ്ഠിക്കുകയും തപോനിഷ്ഠരായിരിക്കുകയും വേണം. ബ്രഹ്മചാരികൾ ഗുരുഗൃഹത്തിൽ ആശ്രിതരെ പോലെ കഴിയണം. അവർ വീടുതോറും നടന്നിരുന്ന് കിട്ടിയ ഭിക്ഷ ഗുരുവിന് എത്തിക്കണം. അദ്ദേഹം കൽപ്പിച്ചാൽ മാത്രം ഭക്ഷണം കഴിക്കാം. വിളിക്കാത്ത പക്ഷം അന്ന് ശിഷ്യൻ ഉപവസിക്കുക തന്നെ വേണം. ബ്രഹ്മചര്യ ദീക്ഷയിൽ അനുസരിക്കേണ്ടുന്ന ചില വൈദിക വിധികളാണിവ. 5 മുതൽ 20 വയസ്സ് വരെ ഗുരുകുലവാസവും പഠനവും തുടർന്ന് അനുഷ്ഠിച്ച ശിഷ്യൻ സ്വഭാവ പരിപക്വത നേടിയിരിക്കും. കസേരയിലിരുന്ന് ഊഹാപോഹങ്ങൾ നടത്താനുള്ള വിനോദമല്ല വേദാധ്യയനം. സ്വഭാവ രൂപീകരണമാണ് ഇതിന്റെ ലക്ഷ്യം. ഈ ശിക്ഷണത്തിന് ശേഷം ബ്രഹ്മചാരിക്ക് വിവാഹം ചെയ്ത് ഗർഹസ്ഥ്യാശ്രമത്തിൽ പ്രവേശിക്കാം. ഗർഹസ്ഥ്യകാലത്ത് വീണ്ടും ജ്ഞാനസമ്പാദനത്തിന് വേണ്ടി അയാൾക്ക് യജ്ഞങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഭഗവത്ഗീതയിൽ വിവരിച്ച പ്രകാരം ദേശം, കാലം, പാത്രം എന്നിവയ്ക്ക് അനുയോജ്യമായതും സത്വരജസ്തമോ പ്രാധാന്യം പരിഗണിച്ചും ദാനം ചെയ്യണം. പിന്നെ ഗർഹസ്ഥ്യത്തിൽ നിന്ന് വിരമിച്ച ശേഷം വാനപ്രസ്ഥാശ്രമം സ്വീകരിച്ച് കർക്കശ വ്രതങ്ങൾ അനുഷ്ഠിക്കണം. വനവാസം, മരവുരിയുടുക്കൽ, മുടിയും താടിയും വളർത്തൽ എന്നിങ്ങനെ പോകുന്നു ആ നിബന്ധനകൾ. ഇങ്ങനെ ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം എന്നിവയ്ക്ക് ശേഷം സന്യാസം ദീക്ഷിച്ച് ജീവിതത്തിന്റെ സമുന്നതയിലെത്തുന്നു. അവരിൽ ചിലർ ദിവ്യ ലോകങ്ങളിലേക്ക് ഉയരുകയും കൂടുതൽ പുരോഗമിക്കുമ്പോൾ വിമുക്തരായി ആധ്യാത്മിക അന്തരീക്ഷത്തിൽ അവ്യക്തിഗത ജ്യോതിസിലോ വൈകുണ്ഠഗ്രഹങ്ങളിലോ കൃഷ്ണലോകത്തിലോ എത്തിച്ചേരുന്നു. വൈദിക ഗ്രന്ഥങ്ങൾ പറയുന്ന വഴിയാണിത്. ഭഗവത് സേവനത്തിൽ മുഴുകിക്കൊണ്ട് ഒറ്റയടിക്ക് ഈ 4 ആശ്രമ വ്യവസ്ഥകളിലെ കർക്കശ വ്രതങ്ങളെയും പിന്നിട്ടു കളയാമെന്നത്രേ കൃഷ്ണാവബോധത്തിന്റെ മനോഹാരിത. ഇതം വിദിത്വ എന്നതിന് ഭഗവത്ഗീതയിലെ ഈ അധ്യായത്തിലും 7ാം അധ്യായത്തിലും കൃഷ്ണൻ ഉപദേശിച്ചിട്ടുള്ളത് അറിഞ്ഞിട്ട് എന്നർത്ഥം. ഗ്രന്ഥജ്ഞാനം കൊണ്ടോ മാനസിക വിചിന്തനം കൊണ്ടോ അല്ല ഈ അധ്യായങ്ങളെ ഗ്രഹിക്കേണ്ടത്, ഭക്തന്മാരിൽ നിന്ന് കേട്ടിട്ടാണ്. 7 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളിലാണ് ഭഗവത്ഗീതയുടെ അകക്കാമ്പ്. ഭഗവാനാൽ സംരക്ഷിക്കപ്പെട്ട നടുവിലുള്ള 6 അധ്യായങ്ങളുടെ ആവരണമാണ് ആദ്യത്തെയും അവസാനത്തെയും അധ്യായങ്ങൾ. ഭഗവത്ഗീത വിശേഷിച്ചും നടുവിലുള്ള ഈ 6 അധ്യായങ്ങൾ ഭക്തസമക്ഷം കേട്ടറിയാൻ ഭാഗ്യമുണ്ടായ ഒരാളുടെ ജീവിതം പ്രകീർത്തിക്കപ്പെടും. തപശ്ചര്യ, യജ്ഞം, ദാനം, ജ്ഞാനം എന്നിവ കൊണ്ട് നേടാവുന്ന ഫലങ്ങളെല്ലാം തന്നെ കൃഷ്ണാവബോധം സ്വീകരിക്കുന്നത് കൊണ്ട് മാത്രം അനായാസേന നേടാവുന്നതാണ്. ഭഗവത്ഗീതയിൽ കുറച്ചെങ്കിലും വിശ്വാസമുള്ളവർ ഒരു ഭക്തനിൽ നിന്ന് തന്നെ അത് കേട്ട് പഠിക്കണം. 4ാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പ്രസ്താവിച്ചിട്ടുണ്ട്, ഭക്തന് മാത്രമേ ഭഗവത്ഗീത മനസ്സിലാക്കാൻ കഴിയൂ എന്ന്. ഭഗവത്ഗീതയുടെ ഉദ്ദേശം മറ്റാർക്കും സുഗ്രാഹ്യമല്ല. അതുകൊണ്ട് ഊഹാപോഹ നിരൂപണരിൽ നിന്നല്ല, ഒരു കൃഷ്ണഭക്തനിൽ നിന്നാണ് ഭഗവത്ഗീത പഠിക്കേണ്ടത്. ഇത് വിശ്വാസത്തിന്റെ ഒരു ലക്ഷണമാണ്. ഒരു ഭക്തനെ അന്വേഷിച്ചു നടന്ന് ഒടുവിൽ കണ്ടെത്തുമ്പോൾ ഭഗവത്ഗീത പഠിച്ചറിയാനുള്ള കളം ഒരുങ്ങിക്കഴിഞ്ഞു. ഭക്തനുമായുള്ള സഹവാസം തുടർന്നു പോകുമ്പോൾ ഭഗവത് സേവനത്തിന് അവസരമായി. ആ സേവന കർമ്മം കൊണ്ട് കൃഷ്ണനെ കുറിച്ചും കൃഷ്ണന്റെ കർമ്മങ്ങൾ, നാമരൂപങ്ങൾ, ലീലകൾ എന്നിവയെക്കുറിച്ച് എല്ലാമുള്ള തെറ്റിദ്ധാരണകൾ ഒഴിഞ്ഞുമാറും. അവയെല്ലാം ഒഴിഞ്ഞു കിട്ടിയാൽ ഭക്തന് പഠനത്തിൽ തികച്ചും മനസ്സുറയ്ക്കും. ഗീതാ പഠനത്തിൽ ആനന്ദം വളർന്നു വരുമ്പോൾ കൃഷ്ണാവബോധം എപ്പോഴും അനുഭവപ്പെടും. അതിന്റെ ഉച്ചകോടിയിൽ ഒരാൾക്ക് കൃഷ്ണനിൽ പരമപ്രേമ ഭാവം ഉളവാകുന്നു. ജീവിതത്തിന്റെ ഈ പരിപൂർണ അവസ്ഥയിലാണ് ആധ്യാത്മിക അന്തരീക്ഷത്തിലുള്ള ഗോലോക വൃന്ദാവനം എന്ന കൃഷ്ണധാമത്തിലേക്ക് ഭക്തന് പ്രവേശനം കിട്ടുന്നത്. അവിടെയാണ് അയാൾ ശാശ്വതമായി ആനന്ദിക്കുന്നതും. പരമപദപ്രാപ്തി എന്ന ശ്രീമദ് ഭഗവത്ഗീതയുടെ 8ാം അധ്യായത്തിന്റെ ഭക്തിവേദാന്ത വിശദീകരണം ഇപ്രകാരം സമാപിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു അംബിക മാതാജി. ഹരേ കൃഷ്ണ. ഇവിടെ ഭഗവാന്റെ ഭക്തി എത്ര ഉത്കൃഷ്ടമാണ് അല്ലെങ്കിൽ എത്ര ഉയർന്നതാണ് എന്നതിനെ കുറിച്ചാണ്
പറയുന്നത്. ആ ഭക്തി ചെയ്യുന്നത് കൊണ്ട് നമ്മൾ വേദങ്ങളിൽ നിർദ്ദേശിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒറ്റയടിക്ക് ചെയ്തു തീർക്കുകയാണ്. വേദങ്ങളിൽ അനേകം നിർദ്ദേശങ്ങളാണ്. ഓരോ വർണ്ണവും ആശ്രമവും അനുസരിച്ച് വ്യത്യസ്ത നിർദ്ദേശങ്ങൾ നിയമങ്ങൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. വേദങ്ങൾ പ്രധാനമായിട്ടും നിർദ്ദേശിക്കുന്നത് വർണ്ണാശ്രമ വ്യവസ്ഥയാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെ നമ്മൾക്ക് ഭഗവാൻ വിഷ്ണുവിനെ സാക്ഷാത്കരിക്കാം, അതിന് നമ്മൾ എന്തെല്ലാം നിയമങ്ങളാണ്, ക്രമങ്ങളാണ് പാലിക്കേണ്ടത് എന്നെല്ലാം വിശദമായിട്ട് വേദങ്ങളിൽ പറയുന്നുണ്ട്. പക്ഷേ അതിന്റെ എല്ലാം യഥാർത്ഥ ഉദ്ദേശം ഭഗവാനെ ശരണം പ്രാപിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഭഗവാനെ ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ വേദനിർദ്ദേശങ്ങളെ പോലും ഉപേക്ഷിക്കാമെന്നാണ് പറയുന്നത്. നിർവേദം, വേദനിർദ്ദേശങ്ങളിൽ നിന്ന് പോലും നമ്മൾ സ്വതന്ത്രരായിത്തീരും. അത്രയ്ക്കും ഉന്നതമാണ് കൃഷ്ണാബോധം. കൃഷ്ണാബോധം യഥാർത്ഥത്തിൽ വർണ്ണാശ്രമ വ്യവസ്ഥയേക്കാൾ ഉപരിയാണ്. വർണ്ണാശ്രമ വ്യവസ്ഥയുടെ നിയമങ്ങളുടെ പരിധിയിൽ വരുന്നതല്ല ഭക്തിയോഗം. രണ്ടും വ്യത്യസ്തമാണ്. ഭക്തിയോഗം തികച്ചും സ്വതന്ത്രമായിട്ട് നിൽക്കുന്നതാണ് ഭക്തിയോഗം. ഭക്തിയോഗത്തിന് മറ്റൊന്നിന്റെ ആവശ്യമില്ല. ഭക്തിയോഗം വളരെ ലളിതമാണ്, പക്ഷെ ഏറ്റവും ഉന്നതവുമാണ്. കാരണം എന്താണ്? ഭക്തിയോഗത്തിൽ തുടക്കത്തിൽ തന്നെ നമ്മൾ ഭഗവാനെ അംഗീകരിക്കാൻ തയ്യാറാകും. വേദങ്ങൾ പഠിക്കുന്നവരോ വേദങ്ങൾ പഠിച്ച അവസാനമാണ് ഭഗവാനെ അംഗീകരിക്കുന്നത്. ഭക്തിയോഗത്തിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് ഭഗവാനെ അംഗീകരിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ വേദപഠനത്തിന് ശേഷമുള്ളതാണ് ഭക്തിയോഗം. അതുകൊണ്ട് വീണ്ടും നമ്മൾ വേദനിർദ്ദേശങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമില്ല. വേദനിർദ്ദേശങ്ങൾ പഠിച്ചതിൻ്റെയൊക്കെ റിസൾട്ട് നമ്മൾക്ക് ഭഗവാന്റെ ഭക്തിയിലൂടെ കിട്ടിക്കൊള്ളും എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. വേദേഷു യജ്ഞേഷു തപസ്സു ജൈവ ദാനേഷു യത് പുണ്യഫലം പ്രതിഷ്ഠം അത്യേതി തത് സർവമിതം വിദിത്വ യോഗി പരം സ്ഥാനം ഉപയോഗിച്ചാദ്യം. ഈ ലോകത്തിൽ ജീവിക്കുന്ന സമയത്ത് വേദനിർദ്ദേശം അനുസരിക്കുന്നതിന്റെ ഫലമൊക്കെ ലഭിക്കും. ഭൗതികമായിട്ടുള്ള സൗകര്യങ്ങൾ ലഭിക്കും. മാത്രമല്ല ആ വ്യക്തി ശരീരം വെടിയുന്ന സമയത്ത് യോഗി പരം സ്ഥാനം ഉപയോഗിച്ചാദ്യം, പരമമായിട്ടുള്ള ധാമത്തിലേക്ക് തിരിച്ചു പോകാനും ഒരു യോഗിക്ക് അല്ലെങ്കിൽ ഭക്തന് സാധിക്കും. ഇതുകൊണ്ട് ഭഗവാനിലുള്ള വിശ്വാസവും ഭക്തിയും കൊണ്ട് മാത്രം അല്ലെ. അപ്പം വേദമാർഗങ്ങളെയും പിന്നിട്ടിട്ടുള്ള വ്യക്തിയാണ് യഥാർത്ഥത്തിൽ ഭഗവാനെ സേവിക്കുന്ന ഭക്തിയോഗി. വേദാന്തമാണ് യഥാർത്ഥത്തിൽ ഭക്തി. വേദങ്ങളുടെ അവസാന നിർദ്ദേശമാണ് ഭക്തി. കാരണം വേദങ്ങളിലൂടെ അവസാനമാണ് നമ്മൾ ഭഗവാനെ മനസ്സിലാക്കുന്നത്. വേദൈശ്ച സർവേർ അഹമേവ വേദ്യോ. മുഴുവൻ വേദങ്ങളും പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവസാനം ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കും. വാസുദേവ സർവമിതി, ഭഗവാൻ വാസുദേവനാണ് എല്ലാം എന്ന് മനസ്സിലാക്കും. എന്നിട്ട് ഭഗവാനെ ശരണം പ്രാപിക്കും. അപ്പോഴാണ് നമ്മൾ ഭക്തിയോഗത്തിലേക്ക് എത്തുന്നത്. വേദങ്ങൾ മുഴുവൻ പഠിച്ച വ്യക്തികളാണ് അവസാനം ഭക്തിയോഗത്തിൽ എത്തുന്നത്. അങ്ങനെ എത്തിയിട്ടുള്ളവർക്ക് വീണ്ടും കർമ്മകാണ്ഡത്തിലെ നിർദ്ദേശങ്ങൾ നമ്മൾ പാലിക്കേണ്ട ആവശ്യമില്ല. അതിന്റെ ബെനിഫിറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഭക്തി ചെയ്യുന്നത് കൊണ്ട് തന്നെ ലഭിക്കും. മറ്റു സ്ഥലങ്ങളിലും ഭഗവാൻ ഈ കാര്യം പറയുന്നുണ്ട്. യാവാൻ അർത്ഥ ഉദപാനെ സർവത സംപ്ലുതോദകി ആവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസ്യ വിജാനത. ഭഗവാൻ ചോദിക്കുന്നുണ്ട്, ഭഗവാനെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിക്ക്, ഭഗവാന്റെ ഭക്തിയുത സേവനം ചെയ്യുന്ന ഒരു വ്യക്തിക്ക്, പിന്നെ യാവാൻ അർത്ഥ ഉദപാനെ സർവത സംപ്ലുതോദകി തവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസ്യ വിജാനത. ഭഗവാന്റെ ഭക്തന് വേദങ്ങൾ ഏതുപോലെയാണ്? ഒരു വ്യക്തിക്ക് വലിയൊരു തടാകമുണ്ടെങ്കിൽ, ശുദ്ധമായിട്ടുള്ള ജലമുള്ള ഒരു വലിയ തടാകം സ്വന്തമായിട്ടുണ്ടെങ്കിൽ, ആ വ്യക്തിക്ക് ജലം കൊണ്ടുള്ള എല്ലാ ഉപയോഗം തടാകം കൊണ്ട് തന്നെ ലഭിക്കും. അദ്ദേഹത്തിന് കുളിക്കാം, കുടിക്കാം, കൃഷി ചെയ്യാം, അല്ലെങ്കിൽ അതിൽ സഞ്ചരിക്കാം, ഇതൊക്കെ ചെയ്യാം. അപ്പൊ വലിയൊരു തടാകം സ്വന്തമായിട്ടുള്ള വ്യക്തിയെ പോലെയാണ് ഭക്തിയോഗി. അദ്ദേഹത്തിന് പിന്നെ സ്വന്തമായിട്ട് മറ്റൊരു കിണർ കുഴിക്കേണ്ട ആവശ്യമില്ല. ഒരു വലിയ തടാകം സ്വന്തമായിട്ടുള്ള ഒരു വ്യക്തി, അതിൽ നല്ല ശുദ്ധമായിട്ടുള്ള ജലമുണ്ടെങ്കിൽ പിന്നെ ഒരു കിണർ സെപ്പറേറ്റ് ആയിട്ട് കുഴിക്കേണ്ട ആവശ്യമില്ല.
അതുപോലെയാണ് ഭഗവാന്റെ ഭക്തിയിലേക്ക് എത്തിയിട്ടുള്ള ഒരു വ്യക്തി. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് തന്നെ അദ്ദേഹത്തിന് എല്ലാം ലഭിക്കും. വേദങ്ങളിൽ നിർദ്ദേശിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് ലഭിക്കും. അതുകൊണ്ട് വീണ്ടും വേദങ്ങളിലെ ഓരോ നിർദ്ദേശങ്ങളും അദ്ദേഹം പഠിച്ച് അത് പാലിക്കാൻ പോകേണ്ട ആവശ്യമില്ല. യാവാൻ അർത്ഥ ഉദപാനെ സർവ്വത സംപ്ലുതോദകെ, മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു തടാകം സ്വന്തമായിട്ടുള്ള ഒരു വ്യക്തി വീണ്ടും ഒരു കിണർ കുഴിക്കേണ്ട ആവശ്യമില്ല. അതേപോലെ വേദങ്ങളിലൂടെ മുഴുവൻ നിർദ്ദേശിക്കുന്ന ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തി വീണ്ടും വേദങ്ങളിലെ കർമ്മകാണ്ഡങ്ങൾ അനുസരിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ വേദങ്ങളുടെ ഏറ്റവും ഉന്നതമായിട്ടുള്ള നിർദ്ദേശമാണ് ഭഗവാനെ ശരണം പ്രാപിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ഭഗവാന്റെ ഭക്തി ചെയ്യുക എന്നുള്ളത്. അവര് വേദങ്ങളെയൊക്കെ പിന്നിട്ട് കഴിഞ്ഞിട്ടുള്ളവരാണ്. ഭക്തി വേദാന്തികൾ യഥാർത്ഥത്തിൽ വേദനിർദ്ദേശങ്ങളെ പിന്നിട്ട് കഴിഞ്ഞിട്ടുള്ളവരാണ് എന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വേദേഷു യജ്ഞേഷു തപസ്സു ചെയ്വ ധനേഷു യത് പുണ്യഫലം പ്രതിഷ്ഠം അത്യേതി തത്സർവമിതം വിധിത്വ യോഗി പരം സ്ഥാനം ഉപേതി ചാദ്യം. ഭക്തിയോഗത്തിന്റെ അല്ലെങ്കിൽ കൃഷ്ണാബോധത്തിന്റെ ഔന്നത്യത്തെ കുറിച്ചാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ഏറ്റവും ഉന്നതമാണ് ഭക്തിയോഗം. അത് ചെയ്യുന്നവർ വീണ്ടും മറ്റു വേദനിർദ്ദേശങ്ങളെ കുറിച്ച് ചിന്തിച്ച് ഉത്കണ്ഠപ്പെടേണ്ട ആവശ്യമില്ല. അതുകൊണ്ടുള്ള ബെനിഫിറ്റ് ഒക്കെ അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വന്നുകൊള്ളും എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. ഇനി ആ ഭക്തിയോഗത്തിനെ കുറിച്ച് കൂടുതൽ വിശദീകരിച്ച് അടുത്ത അധ്യായത്തിൽ പറയുന്നുണ്ട്. സുസുഖം കർത്തും അഭിയം, ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് എന്നുള്ള കാര്യമൊക്കെ അടുത്ത അധ്യായത്തിൽ രാജവിദ്യ രാജഗുഹ്യയോഗം എന്നുള്ള അധ്യായത്തിൽ ഭഗവാൻ വിശദീകരിച്ച് പറയുന്നുണ്ട്. ഇത് വളരെ രഹസ്യമായിട്ടുള്ള കാര്യമാണ്, പക്ഷെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്നതുമാണ് എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പം ഈ ഒരു നടുവിലുള്ള 6 അധ്യായങ്ങൾ നേരിട്ട് ഭഗവാനെ കുറിച്ച് പറയുന്ന അധ്യായങ്ങളാണെന്ന് പറയുന്നു. 7 മുതൽ 12 വരെയുള്ള അധ്യായങ്ങൾ ഭക്തിയോഗത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയുന്ന ഏറ്റവും രഹസ്യമായിട്ടുള്ള നടുവിലുള്ള അധ്യായങ്ങളാണ്. അത് നേരിട്ടുള്ള കൃഷ്ണാവബോധത്തിനെ കുറിച്ചാണ് പറയുന്നത് എന്നിവിടെ ഭാവാർത്ഥത്തിൽ ശ്രീല പ്രഭാകരൻ പറയുന്നുണ്ട്. ഓക്കെ, യെസ്. അപ്പം ഇത് ഈ അധ്യായത്തിലെ അവസാന ശ്ലോകമാണ്. പരമപദപ്രാപ്തി എന്ന ശ്രീമദ് ഭഗവത്ഗീതയുടെ 8-ാം അധ്യായത്തിന്റെ ഭക്തി വേദാന്ത വിശദീകരണം ഇപ്രകാരം സമാപിക്കുന്നു. ഇനി നമുക്ക് ഇതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം. അടുത്ത ദിവസം നമ്മൾക്ക് അടുത്ത അധ്യായം ആരംഭിക്കും. അല്ലെങ്കിൽ ഈ അധ്യായം നമ്മൾക്കൊന്നുകൂടി റിവൈസ് ചെയ്യണമെങ്കിൽ റിവൈസ് ചെയ്യാം. ഈ അധ്യായത്തിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഹരേ കൃഷ്ണ. ജലജ മാതാജി പറഞ്ഞോ. ശരിക്കും സംശയമാണെന്ന് പറയാൻ പറ്റില്ല. ഭഗവാൻ ഇത് നോക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഒരു സംശയം അറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ് പ്രഭു ചോദിക്കുന്നത്. ഇരുട്ടിൽ അല്ല, മീൻസ് ഒരു ജീവൻ ആ വെടിയാണ് ശരീരം പോണ സമയത്ത് ഈ ഓരോ ദേവതകളും വന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആദ്യം ഈ പകൽ ദേവത, മീൻസ് പകലോ രാത്രി ആ ദേവത, പിന്നെ അത് കഴിഞ്ഞ് അവര് കൊണ്ട് ഈ പക്ഷം, അതായത് വെളുത്ത പക്ഷോ കറുത്ത പക്ഷോ, പിന്നെ അവരെ കൊണ്ടുപോയിട്ട് അയനം ദക്ഷിണായനം അങ്ങനെ അങ്ങനെ ഓരോരുത്തരായിട്ട് അങ്ങനെ കൊണ്ടുപോകുകയാണോ? അങ്ങനെയാണോ കൊണ്ടുപോകണത്? ഇതെല്ലാം സാഹചര്യമാണ് പറയുന്നത്. ആ സമയത്താണെങ്കിൽ അവർക്ക് ഉയർന്നു പോകാനുള്ള സാഹചര്യങ്ങൾ ലഭ്യമാണ് എന്ന് പറയും. അല്ലെ, നമ്മൾ പറയും ഇന്ന സമയത്ത് പോയി കഴിഞ്ഞാൽ ഈ ട്രെയിൻ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ എന്ത് വേണം? ഓൾറെഡി നമ്മൾ പകൽ സമയത്ത് പോകണം. പിന്നെ ആ ട്രെയിനിന്റെ കൃത്യമായിട്ടുള്ള സമയത്ത് ആ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ ട്രെയിൻ കിട്ടും എന്ന് പറയുന്ന പോലെ വ്യത്യസ്തമായിട്ടുള്ള ഘടകങ്ങളാണ്. അതന്നെ പ്രഭു. ഇപ്പൊ ദക്ഷിണായനത്തിൽ പോയാലും ഇരുട്ടിൽ പോയാലും എന്താണ് പറയുക, ചന്ദ്രനിലേക്ക് നമ്മൾ എത്തുന്നുള്ളൂ. പക്ഷെ പകൽ സമയത്താണ് അത് ദക്ഷിണായനത്തിലാണ്. അപ്പൊ അങ്ങനെ രണ്ടും കോൺട്രഡിക്റ്റ് ആയിട്ട് വരുന്നില്ലേ? അപ്പൊ എവിടേക്ക് എത്തുക എന്നുള്ളതാണ്. യെസ്, ദക്ഷിണായനം എന്ന് പറഞ്ഞാൽ തന്നെ ഇരുട്ടിന്റെ മാർഗമായി കഴിഞ്ഞു. പിന്നെ പകൽ അതില് സ്യൂട്ടബിൾ അല്ല. അപ്പൊ ഈ ദക്ഷിണായനം ഉത്തരായനമാണ് നമ്മൾ മെയിൻ നോക്കേണ്ട ആവശ്യമുള്ളൂ. ബാക്കിയുള്ളത് അത്ര നോക്കേണ്ട ആവശ്യമില്ല. യെസ്, ബാക്കിയുള്ളത് കൂടുതൽ മൈന്യൂട്ട് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്.
ദക്ഷിണായനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇരുട്ടിന്റെ പോയിന്റ് ഓൾറെഡി വന്നു കഴിഞ്ഞു. അപ്പൊ പിന്നെ ആ വ്യക്തിക്ക് സാധ്യത ഇല്ല. മറ്റത് ഉത്തരായണത്തിലുള്ള ഘടകങ്ങളെല്ലാം ഒത്തുചേർന്ന് വരണം. ഉത്തരായണമായിരിക്കണം, പകൽ സമയമായിരിക്കണം, ജ്യോതിസിന്റെ സാന്നിധ്യത്തിലായിരിക്കണം എന്നുള്ള ഘടകങ്ങളാണ്. അപ്പം ഉത്തരായണത്തിൽ ആണെങ്കിൽ മാത്രമേ ആ വ്യക്തിക്ക് ഒരു സാധാരണഗതിയിൽ ഉയർന്നു പോകാനുള്ള അവസരമുള്ളൂ. ദക്ഷിണായനത്തിലാണ് പകൽ സമയത്താണെങ്കിലും ആ വ്യക്തിക്ക് തിരിച്ചു വരേണ്ടി വരും. കാരണം അദ്ദേഹം പോകുന്നത് ദക്ഷിണായനത്തിലാണ്. അതുകൊണ്ടാണ് ഭീഷ്മ പിതാമഹർ ഉത്തരായണം വരയ്ക്കും കാത്തിരുന്നത്. അത് അദ്ദേഹം ഭക്തനാണെങ്കിൽ പോലും വേദമാർഗങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്, വേദനിർദ്ദേശത്തിന്റെ പ്രാധാന്യം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അങ്ങനെ കാത്തിരുന്നത്. അദ്ദേഹം ഭഗവാനെ സ്മരിച്ച് പോയത് കൊണ്ട് തീർച്ചയായിട്ടും ഭഗവാന്റെ അടുത്തേക്ക് തന്നെയാണ് പോകുന്നത്. ഓക്കെ. അപ്പൊ ഉത്തരായണം പറഞ്ഞാൽ ആൾമോസ്റ്റ് നമ്മുടെ കർക്കിടക മാസം തൊട്ടിട്ട് മകരമാസം മീൻസ് അത് 1-ാം തീയതി വരയ്ക്കും. അപ്പൊ ഇതിൽ മരിച്ചവർക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നല്ല പ്രഭു. മീൻസ് ഭക്തർക്ക് പിന്നെ ഇത് ബാധകമല്ലെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. യെസ്, ഉത്തരായണ സമയത്താണെങ്കിൽ നമ്മൾക്ക് ചാൻസ് നോക്കാൻ പറ്റുള്ളൂ. ദക്ഷിണായന സമയത്താണെങ്കിൽ തീരെ ചാൻസ് ഇല്ല. ഒരു പ്രകാശത്തിന്റെ സാന്നിധ്യത്തിലാണെങ്കിലും അവർക്ക് തിരിച്ചു വരണം. കാരണം രാത്രി സമയമാണ്, ദേവന്മാർ ഉറങ്ങുന്ന സമയമാണ്. 6 മാസം ദേവന്മാർക്ക് 6 മാസം പകലും 6 മാസം രാത്രിയുമാണ്. ഉത്തരായണ കാലം മാത്രമാണ് ദേവന്മാർക്ക് പകലായിട്ടുള്ളത്. അപ്പോഴാണ് നമുക്ക് ദേവന്മാരുടെ അവൈലബിലിറ്റി കിട്ടുന്നത്, മീൻസ് ഇങ്ങനെ പോകാനുള്ള അവസരം കിട്ടുന്നത്. മറ്റുള്ള ആളുകൾക്ക് അത് കിട്ടുന്നില്ല. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. അപ്പം ഈ 2 കാര്യം ഇത് തന്നെയാണ് എന്റെയും ഒരു സംശയം തോന്നുന്നത്. അപ്പൊ ഈ പകൽ സമയത്ത് അല്ലാതെ രാത്രി സമയങ്ങളിലൊക്കെ മരിക്കുന്ന ആളുകള് ചന്ദ്രലോകത്തിൽ എന്ന് പറയുമ്പോൾ അതാണോ ഏറ്റവും, അതായത് ആത്മാക്കള് സഞ്ചരിക്കുന്നതിൽ ഏറ്റവും താഴ്ന്ന ലോകം ചന്ദ്രലോകമാണോ പ്രഭുജി? ഹരേ കൃഷ്ണ. യെസ്, ചന്ദ്രലോകത്തിലേക്കാണ് അവരെ മാറ്റുന്നത് എന്ന് പറയുന്നത്. ഇരുട്ടിന്റെ മാർഗത്തിൽ പോകുന്നവർ ചന്ദ്രലോകത്തിലേക്കാണ് എത്തുന്നത് എന്നാണ് പറയുന്നത്. പിതൃലോകത്തിന്റെ അടുത്താണ് ചന്ദ്രലോകം എന്ന് പറയുന്നത്. അപ്പം അവർക്ക് ചന്ദ്രലോകത്തിലേക്കാണ് പോകാനുള്ള അവസരം ലഭിക്കുന്നത്, ഇരുട്ടിലൂടെ പോകുന്ന ആളുകൾക്ക്. അങ്ങനെയാണ് സിസ്റ്റം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ അവർക്ക് അവിടെ നിന്ന് തിരിച്ചു വരേണ്ടി വരും എന്ന് പറയും. ചന്ദ്രലോകത്ത് 10,000 വർഷം, ഭൂമിയിലുള്ള 10,000 വർഷം ജീവിച്ചിരിക്കാം. അതിനുശേഷം അവർക്ക് തിരിച്ച് വരേണ്ടി വരും. അതിവിടെ പറയുന്നുണ്ട്. എത്ര ചന്ദ്രമസം ജ്യോതിർ യോഗി പ്രാപ്യ നിവർത്തത. ഓട്ടോമാറ്റിക്കായിട്ട് അവർ ചന്ദ്രലോകത്തിലേക്ക് പോകും, അവർക്ക് തിരിച്ചു വരേണ്ടി വരും എന്ന് പറയും. ഹരേ കൃഷ്ണ. അപ്പൊ ഈ ചന്ദ്രലോകം എന്ന് പറയുന്നത് നരകലോകങ്ങളെ കുറിച്ചും പറയുന്നുണ്ടല്ലോ, നരകത്തിലേക്ക് പോകുന്നതിനെ കുറിച്ചൊക്കെ. അപ്പൊ ചന്ദ്രലോകത്തിൽ ചെന്നതിന് ശേഷമാണോ നരകമാണോ സ്വർഗമാണോ ഉയർന്ന ലോകമാണോ എന്നൊക്കെ തീരുമാനിക്കപ്പെടുന്നത്? ഹരേ കൃഷ്ണ. യെസ്, അപ്പൊ ഇവര് പുണ്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ചന്ദ്രലോകത്തിലും എത്തുകയുള്ളൂ. ഇരുട്ടിലൂടെ പോയത് കൊണ്ട് മാത്രം നമ്മൾ ചന്ദ്രലോകത്തിൽ എത്തിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. പുണ്യം ചെയ്തിട്ടുള്ളവരാണ്, പക്ഷെ യാദൃശ്ചികമായിട്ട് കൃഷ്ണപക്ഷത്തിലാണ് പോയത്, അപ്പൊ അതുകൊണ്ട് ചന്ദ്രലോകത്തിലെത്തി. പക്ഷെ അതിനും പുണ്യം വേണം. പുണ്യം ചെയ്തിട്ടുള്ളവർക്ക് ചന്ദ്രലോകത്തിലും എത്താൻ സാധിക്കുള്ളൂ. കാരണം ചന്ദ്രലോകവും ഉയർന്ന ലോകമാണ്, നരകീയ ലോകങ്ങളല്ല, താഴ്ന്ന ലോകവുമല്ല ചന്ദ്രലോകം. ചന്ദ്രലോകം ഉയർന്ന ലോകം തന്നെയാണ്. ഹയർ പ്ലാനറ്റ്സിന്റെ കൂട്ടത്തിലാണ് ചന്ദ്രലോകത്തിനെയും പെടുത്തുന്നത്. പക്ഷെ അവർക്ക് അവിടുന്ന് വീണ്ടും ഉയർന്നു പോകാനുള്ള ടിക്കറ്റ് കിട്ടില്ല എന്നുള്ളതാണ് ചന്ദ്രലോകത്തിന്റെ പ്രത്യേകത. അവർക്ക് ഭൂമിയിലേക്ക് വന്നിട്ട് വേണം തിരിച്ച് സൂര്യമാർഗത്തിൽ പോകാൻ വേണ്ടിയിട്ട്, അല്ലെ? ചില ട്രെയിനിന്റെ ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പറയും, ഇനി അടുത്ത് നിങ്ങൾ ആ ജംഗ്ഷനിൽ പോയിട്ട് തന്നെ വേണം നിങ്ങളുടെ സ്ഥലത്തേക്ക് പോകാൻ എന്ന് പറയും. അതേപോലെ ചന്ദ്രലോകത്തുനിന്ന് വീണ്ടും അവർക്ക് നേരിട്ട് ഉയർന്നു പോകാൻ സാധിക്കുന്നില്ല. അവർക്ക് ഭൂമിയിലേക്ക് വന്നിട്ട് പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ട് വേണം
തിരിച്ച് പ്രകാശത്തിന്റെ മാർഗത്തിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ ഭൂമിയാണ് മെയിൻ ജംഗ്ഷൻ ആയിട്ട് പറയുന്നത്. എവിടേക്ക് പോകാനുള്ള ജംഗ്ഷൻ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജംഗ്ഷനാണ് ഭൂമി. ബാക്കിയുള്ള സ്ഥലത്തുനിന്ന് അങ്ങനെ ചില സ്ഥലത്തുനിന്ന് ഉയർന്നു പോകാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ചന്ദ്രലോകത്ത് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരണം എന്ന് പറയുന്നത്. ചന്ദ്രലോകം നരകീയ ലോകമായതുകൊണ്ടല്ല. നരകീയ ലോകത്തിലേക്ക് പോകാൻ വിധിക്കപ്പെട്ടിട്ടുള്ളത് പാപികളായിട്ടുള്ള ആളുകളാണ്. അവർക്ക് ചന്ദ്രലോകത്തിലേക്ക് പോകാൻ സാധിക്കുന്നില്ല. അവർ നേരിട്ട് ഭൂമിയിൽ തന്നെ യമരാജന്റെ അടുത്തേക്കാണ് പോകുന്നത്. അവർക്ക് പിന്നെ അവിടെ നിന്ന് നരകീയ ലോകങ്ങളിലേക്ക് പ്രവേശനം ഉണ്ടാവും. ഇവിടെ ഭഗവാൻ പറയുന്നത് കുറച്ച് പുണ്യാത്മാക്കളായിട്ടുള്ള അല്ലെങ്കിൽ വേദനിർദ്ദേശങ്ങളൊക്കെ പാലിക്കുന്ന ആളുകളെ കുറിച്ചാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഹരേ കൃഷ്ണ പ്രഭുജി, അതായിരുന്നു എന്റെ സംശയം. വേദം പഠിക്കുന്നവരെ കുറിച്ച് മാത്രമാണോ എന്നുള്ളത്. അപ്പോ പലതരത്തിലുള്ള പുണ്യങ്ങൾ ചെയ്തിട്ടുള്ള കുറച്ചെങ്കിലും പുണ്യങ്ങളൊക്കെ ഉള്ള ആളുകളെ കുറിച്ച് മാത്രമാണ് ഇപ്പൊ സംസാരിച്ചിട്ടുള്ളൂ അല്ലെ? ഇനി ബാക്കിയുള്ളത് പറയുമ്പോൾ അതുകൊണ്ടാണ് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞത് വേദേഷു യജ്ഞേഷു തപസ്സു ചെയ്വ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അവരെല്ലാം വേദനിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രമിക്കുന്നവരോ കുറച്ച് പുണ്യമുള്ള ആളുകളാണ്. അതുകൊണ്ടാണ് അവർക്ക് ഉയർന്ന ലോകത്തിലേക്ക് പോകാൻ സാധിക്കുന്നത്. പാപികളായിട്ടുള്ള ആളുകൾക്ക് ചന്ദ്രലോകത്തിലേക്ക് പോകാൻ സാധിക്കുന്നില്ല. അവരെ നേരെ യമകിങ്കരന്മാര് യമലോകത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഭാഗവതത്തിൽ നമ്മളിപ്പോൾ വായിക്കും, ഇനി നമ്മൾ വായിക്കാൻ പോകുന്നുണ്ട്, കപില ശിക്ഷയിൽ ഭഗവാൻ പറയുന്നുണ്ട് അങ്ങനെയുള്ള ആളുകളെ കുറിച്ച്. ഹരേ കൃഷ്ണ പ്രഭുജി, ഇവിടെ വർണ്ണാശ്രമ വ്യവസ്ഥ പാലിക്കുന്ന ആളുകളെ കുറിച്ചാണ് ഭഗവാൻ പറയുന്നത്. ഹരേ കൃഷ്ണ. ഓക്കെ, ഹരേ കൃഷ്ണ. യെസ്, അപ്പൊ നമ്മൾക്ക് ശ്ലോകം ചെല്ലാം. 8ാമത്തെ അധ്യായത്തിന്റെ. നാളെ നമ്മൾക്ക് ഈ അധ്യായത്തിലെ പോയിന്റ്സ് ഒക്കെ വായിച്ചു വരിക, പഠിച്ചിട്ട് വരിക. ഓരോരുത്തരും 1 മിനിറ്റ് 2 മിനിറ്റ് പോയിന്റ്സ് പറയുക. എല്ലാ പോയിന്റ്സും ഒരാൾ തന്നെ പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ നമുക്കൊന്ന് റിവൈസ് ചെയ്യാം, ഈ അധ്യായം ഒന്ന് റിവൈസ് ചെയ്യാം. ആരാണ് ശ്ലോകം ചെല്ലുന്നത്? ഹരേ കൃഷ്ണ പ്രഭുജി. സീത. സീതാ മാതാജി ചൊല്ലിക്കോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.